ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ മൊഡ്യൂളിൻ്റെ പേര് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, സോ ഞാൻ ഈ മൊഡ്യൂൾ എന്താണ് അല്ലെങ്കിൽ ഇതിൽ എന്താണ് പഠിക്കുന്നതെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു കാര്യമൊന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം 3 ഡിസിഷൻസ് ആണ്. ഞാനിപ്പോൾ കുറേ തവണയായിട്ട് ആവർത്തിക്കുന്നതാണ്, നിങ്ങൾക്കിപ്പോൾ ഇത് മനഃപ്പാടമാണ്. എങ്കിലും ഒന്നും കൂടെ ജസ്റ്റ് ഈ ടോപ്പിക്ക് തുടങ്ങാനായിട്ട് എനിക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യുവാണ്. സോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് 3 ഡിസിഷൻസ് ആണ് ശരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ്. ഓക്കെ, ഏതൊക്കെയാണ് ഡിസിഷൻ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഈ ഓരോ ഡിസിഷനും എന്താണെന്നൊക്കെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. സോ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ തന്നെ സബ് ക്ലാസിഫിക്കേഷനായിട്ട് വീണ്ടും 2 പോയിൻ്റ് ഉണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും. ഇതും നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ തന്നെ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും. ഇതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ഹെഡിൽ രണ്ടാമത്തെ സൈഡ് ഹെഡിങ് ആയ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഭാഗമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന പേരിൽ നിങ്ങളുടെ സിലബസിൽ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടേം മാത്രമല്ല, ഷോർട്ട് ടേമും വരും. ആ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കോളേജിൽ പഠിച്ച് കാണും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിച്ച് കാണും, നിങ്ങൾക്കൊരു ധാരണയുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുക, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് ഇയാളിപ്പോൾ എന്നോട് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ പറഞ്ഞ് വഷളാക്കണ്ട, ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തുടക്ക കാര്യങ്ങളൊന്നും പറയണമെന്നില്ല, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ കാണുമായിരിക്കാം. അതായത് നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, അങ്ങനെ ഒരു ധാരണയിലാണെങ്കിൽ ആ ധാരണയോടെ ഇരിക്കട്ടെ. മിക്കവാറും ആ ധാരണ എൻ്റെ ഈ ക്ലാസ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ തെറ്റും. കാരണം പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ യഥാർത്ഥ മീനിങ് തെറ്റാണ്. ഞാൻ പല സ്റ്റുഡൻസിനെയും കാണുന്നതാണല്ലോ. അപ്പോൾ പലരുടെയും ഞാൻ ചോദിക്കുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുമ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അവരൊരു മറുപടി പറയും. മിക്കവാറും അവർ പറയുന്ന മറുപടി ആയിരിക്കും നിങ്ങളുടെ എല്ലാം മനസ്സിലിരിക്കുന്നത്. ആക്ച്വലി അവർ ആ പറയുന്ന മറുപടി തെറ്റാണ്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് കടന്ന് നിങ്ങളെല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്തു തരാം. ഈ ഒരു മൊഡ്യൂൾ കുറച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്, എങ്കിലേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോബ്ലമൊക്കെ ഉണ്ട് കേട്ടോ, വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് പ്രോബ്ലമൊക്കെ ഉണ്ട്. 15 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഇതൊരു പ്രോബ്ലം മിക്സ് ചെയ്ത് വരുന്നൊരു മൊഡ്യൂളാണ്. ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ലോങ് ടൈമും ഷോർട്ട് ടൈമും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ഒരു ഹെഡ് വെച്ച് തന്നെ തുടങ്ങാം. എനിക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിലിപ്പോൾ 2 ടൈപ്പ് ബിസിനസ് ഉണ്ട്. 2 ടൈപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്ങും എൻ്റെ മനസ്സിലുണ്ട്, സോപ്പ് മാനുഫാക്ചറിങ്ങും ഉണ്ട്. തമ്മിലൊരു ബന്ധമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും എൻ്റെ മനസ്സിൽ ഈ 2 ബിസിനസ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണമെന്നാണ്. രണ്ടും കൂടെ ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. സോ എയ്തർ ഓർ, ഒന്നുകിൽ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് അല്ലെങ്കിൽ സോപ്പ് മാനുഫാക്ചറിങ് ബിസിനസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഇതിലേത് ബിസിനസ് വേണം? സോപ്പ് വേണോ ബിസ്ക്കറ്റ് വേണോ, സോപ്പ് വേണോ ബിസ്ക്കറ്റ് വേണോ, ബിസ്ക്കറ്റ് വേണോ സോപ്പ് വേണോ, സോപ്പ് വേണോ ബിസ്ക്കറ്റ് വേണോ? ഈ കൺഫ്യൂഷൻ ഒഴിവാക്കുക എന്നതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ പ്രാധാന്യം. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചാണ് ഞാൻ ഈ പറയുന്ന ബിസ്ക്കറ്റ് എന്ന ബിസിനസ് വേണോ സോപ്പ് എന്ന ബിസിനസ് വേണോ എന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ മനസ്സിൽ 2 ബിസിനസ് ഐഡിയ ഉണ്ടോ. ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്ങും ഉണ്ട്, സോപ്പ് മാനുഫാക്ചറിങ്ങും ഉണ്ട്. ഇതിലേത് ബിസിനസ് തുടങ്ങണം, ഞാനിതിലേത് ബിസിനസ് സെലക്ട് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. കാര്യം ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം നേച്ചറാണ്, വർഷങ്ങളോളം തുടരാൻ വേണ്ടിയല്ലേ. ഇതിലേത് ബിസിനസ് വേണം എന്ന് തീരുമാനിക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഉപയോഗിച്ചാണ്. എനിക്കാകപ്പാടെ കൺഫ്യൂഷൻ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് വേണോ സോപ്പ് മാനുഫാക്ചറിങ് ബിസിനസ് വേണോ. ഞാനിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ഒരാളോട് ചോദിച്ചു. ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം, നിങ്ങളൊക്കെ വലിയ കൊമേഴ്സുകാരാണല്ലോ. അപ്പോൾ നിങ്ങൾ പറയുവാണ് നമുക്ക്
ഒരു 5 മെത്തേഡുണ്ട്. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ എന്നെ പഠിപ്പിക്കുക. നമുക്കൊരു 5 മെത്തേഡുണ്ട്. അതായത് ഏത് ബിസിനസ്സാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പേ ബാക്ക് പീരീഡ് ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങൾ എനിക്ക് പറഞ്ഞ് കേൾപ്പിച്ചു തരുമോ? ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് വേണോ, സോപ്പ് മാനുഫാക്ചറിങ് ബിസിനസ് വേണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മറുപടിയാണ് അതിപ്പം പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഏതെങ്കിലും 5 മെത്തേഡുണ്ട്. നമുക്കൊരു 5 മെത്തേഡുണ്ട്. ആ 5 മെത്തേഡ് ഉപയോഗിച്ചൊന്ന് പരിശോധിക്കുമ്പോൾ ഏകദേശം പറയാൻ പറ്റും ഇതിലേത് ബിസിനസ് സെലക്ട് ചെയ്യണം. ഇത് ഏതൊക്കെയാണാവോ മെത്തേഡ്? പേ ബാക്ക് പീരീഡ് എന്നൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് നമുക്കൊന്ന് കളിച്ചു നോക്കാം. പേ ബാക്ക് പീരീഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം ഏതാണ് നല്ലതെന്ന്. അല്ലെങ്കിൽ പിന്നെ ARR, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന ഒരു മെത്തേഡുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം. ഇനി അതും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന പേരിലൊരു മെത്തേഡുണ്ട്. നമുക്ക് ആ മെത്തേഡ് വെച്ച് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും ഏതാണ് നല്ല മെത്തേഡെന്ന്. അതും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്നൊരു മെത്തേഡുണ്ട്. നമുക്കത് നോക്കാം. ഇനി ഇയാൾക്ക് അതും ഇഷ്ടപ്പെട്ടില്ലേ, IRR എന്നൊരു മെത്തേഡുണ്ട്. നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് 2 ബിസിനസ്സിനെ പറ്റിയും ഒന്ന് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം ഏത് ബിസിനസ്സാണ് നല്ലത്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ആണ് നല്ലതെന്ന് കണ്ടെത്തി. ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞത് മുഴുവനും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ പറ്റിയാണ്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ നിങ്ങൾ പഠിച്ച പേ ബാക്ക് പീരീഡ് മെത്തേഡോ, ARR മെത്തേഡോ, NPV മെത്തേഡോ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡോ, IRR മെത്തേഡോ ഉപയോഗിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് എന്ന ബിസിനസ്സാണ് നല്ലത്. സോ പ്ലീസ് സെലക്ട് ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ്. നിങ്ങളുടെ വാക്ക് കേട്ടു, ഞാൻ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഐ ടുക്ക് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ദിസ് ഈസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, സോ ഞാൻ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് അങ്ങ് സെലക്ട് ചെയ്തു. ഞാൻ വീട്ടുകാരോടെല്ലാം പറഞ്ഞു ഞാൻ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങാമെന്ന് പറയുമ്പോൾ ഞാനൊരു ലാൻഡ് വാങ്ങി. ഞാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ലാൻഡ് വാങ്ങി. ദിസ് ഈസ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ലാൻഡ് വാങ്ങുക എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ തുടക്കമാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. കാര്യം എന്താ, ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. അന്തരീക്ഷത്തിലാണോ ബിൽഡിംഗ് പണിയുന്നത്? അല്ലല്ലോ, ലാൻഡ് മേടിക്കണ്ടേ. ഞാൻ ലാൻഡ് വാങ്ങി. ശരി, ലാൻഡ് വാങ്ങി. ഇനി ഞാൻ എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊരു ബിൽഡിംഗ് പണിയണം, ഒരു ഫാക്ടറി പണിയണം, ഒരു കുഞ്ഞ് ഓഫീസ് പണിയണം. ബിൽഡിംഗ് പണിയാം. ഞാൻ ഒരു കൊച്ചു ബിൽഡിംഗ് പണിയോട്ടെ. ഞാൻ ആ ലാൻഡിനകത്ത് ഇതാണ് എൻ്റെ ഫാക്ടറിയും ഓഫീസും എല്ലാം ചേർന്ന് മനോഹരമായിട്ട് ഞാൻ ബിൽഡിംഗ് പണിഞ്ഞു. കണ്ടോ, ഇതാണ് എൻ്റെ ഫാക്ടറി കം ഓഫീസ്. ഒരു 2000 സ്ക്വയർ ഫീറ്റിന് ഒരു ഫാക്ടറിയും ഒരു 300 സ്ക്വയർ ഫീറ്റിൻ്റെ ഓഫീസും എല്ലാം പണിഞ്ഞങ്ങിട്ട്. ശരി, ബിൽഡിംഗ് പണിഞ്ഞിട്ടു. ഇനി ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് മെഷീനറി വരുത്തണ്ടേ? ഇതിനകത്ത് മെഷീനറിയൊക്കെ ഉണ്ട് കേട്ടോ. ആ മെഷീനറിയൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പം മെഷീനറിയും വാങ്ങി വെച്ചു. പിന്നെ എങ്ങനെ പോയാലും കുറച്ച് ഫർണിച്ചർ വാങ്ങണ്ടേ? കസേര, മേശ, അലമാര, അതെല്ലാം വാങ്ങിയിട്ടു. പിന്നെ ഈ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ആകുമ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടുപോകാനും സാധനം വാങ്ങാനും ഒക്കെ ഞാനൊരു വണ്ടി വാങ്ങണ്ടേ? അപ്പോൾ ഞാനൊരു കുഞ്ഞു വാനും കൂടെ മേടിച്ചു. ഇതാണ് വാൻ. ഇത് വാനിൻ്റെ ടയറാണ്. ഇതാണ് വാൻ. ഓക്കെ, അപ്പോൾ ഞാനൊരു വണ്ടിയും വാങ്ങി. സോ ഞാനൊരു ലാൻഡ് വാങ്ങി, ബിൽഡിംഗ് നിർമ്മിച്ചു, അതിനകത്ത് മെഷീനറി വാങ്ങിയിട്ടു, ഫർണിച്ചർ വാങ്ങിയിട്ടു, ഞാനൊരു വാൻ വാങ്ങി. അങ്ങനെ ബിസിനസ്സിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം റെഡിയാക്കിയിട്ടു. ഓക്കെ, എല്ലാം റെഡിയാക്കിയിട്ടു. ബിസിനസ് തുടങ്ങാം. എങ്ങനെ തുടങ്ങാനാണ്? പ്രധാനപ്പെട്ട റോ മെറ്റീരിയലുകൾ വാങ്ങി വെക്കണ്ടേ? റോ മെറ്റീരിയൽ വാങ്ങി വെച്ചാലല്ലേ മാനുഫാക്ചറിങ് നടക്കൂ. അപ്പോൾ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന പൈസയും കൊടുത്ത് റോ മെറ്റീരിയൽസും വാങ്ങി അങ്ങ് വെച്ചു. അതായത് മൊത്തം റോ മെറ്റീരിയലാണ്, ബിസ്ക്കറ്റിൻ്റെ റോ മെറ്റീരിയലും വാങ്ങി വെച്ചു. ഓക്കെ, 1-ാം തീയതിയായിട്ട്, ചിങ്ങമാസം 1-ാം തീയതിയായിട്ട് ബിസിനസ് ഉദ്ഘാടനം ചെയ്യുവാണ്. അപ്പോൾ ബിസിനസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിസിനസ്സിന് ലാൻഡുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി ഉണ്ട്, ഫർണിച്ചറുണ്ട്, വെഹിക്കിളുണ്ട്. ആവശ്യത്തിന് ബിസ്ക്കറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസും ഉണ്ട്. തൊഴിലാളികളെല്ലാം അപ്പോയിൻറ്റ് ചെയ്ത് റെഡിയായി ദുൽഖർ സൽമാനെ വിളിക്കുകയാണ്. എന്തിനാണ് ദുൽഖർ സൽമാൻ? ബിസ്ക്കറ്റ് നിർമ്മിക്കാനല്ല, ഉദ്ഘാടനം ചെയ്യാനാണ്. അപ്പോൾ ഒരു ചിങ്ങമാസം 1-ാം തീയതി ഉദ്ഘാടനം തുടങ്ങിയതാ. നാട മുറിച്ചു, റിബൺ മുറിച്ച് ഉദ്ഘാടനം. ഓക്കെയാണേ. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റോ മെറ്റീരിയലും കൂടെ വാങ്ങിയതോടുകൂടി എൻ്റെ കയ്യിൽ ഇനി 5 പൈസ ഇല്ല. പണി കിട്ടി. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടന്നു. ലാൻഡ് വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നു, ബിൽഡിംഗ് കെട്ടാൻ പൈസ ഉണ്ടായിരുന്നു, മെഷീനറി വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നു, വണ്ടി വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പൈസ മൊത്തം കൊടുത്ത് റോ മെറ്റീരിയലും വാങ്ങി അങ്ങ് വെച്ചു. ഇനി എന്നെ 5 പൈസ എൻ്റെ കയ്യിലില്ല. ഇനി എൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. സോ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഒരു ചായ വാങ്ങി കൊടുക്കാൻ പോലും, തൊഴിലാളികൾക്ക് ഒരു ചായ വാങ്ങി കൊടുക്കാൻ പോലും എൻ്റെ പൈസ ഇല്ല. ഇതാണ് അവസ്ഥയെന്ന് വിചാരിക്കുക. മൈ ക്വസ്റ്റ്യൻ ഈസ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടന്നോ?
ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടായില്ല. ബിസിനസ് തുടങ്ങി. ലൈക്ക് നമ്മളെ സംബന്ധിച്ച് ബിസിനസ് മീൻസ് അസറ്റ്, ബിസിനസ്സിന് വേണ്ടുന്ന എല്ലാ അസറ്റും വാങ്ങി ബിസിനസ് ഫങ്ഷൻ ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. റോ മെറ്റീരിയൽസ് ഇനി മിഷനറിയിലോട്ട് തട്ടിയിട്ട് പ്രവർത്തനം തുടങ്ങാം. അവിടെ ഒന്നും ബുദ്ധിമുട്ടില്ല. നോ പ്രോബ്ലം. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓക്കെ ആയടോ. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് പെട്ടെന്നൊരു എംപ്ലോയി എന്ന് പറയുവാണ്, മുതലാളി നമുക്ക് ചായയൊന്നുമില്ലേ? ചായ വാങ്ങാൻ പൈസയില്ല. ഫുൾ പൈസയെ ഞാൻ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ഇൻവെസ്റ്റ് ചെയ്തു പോയി. എൻ്റെ കയ്യിൽ പൈസയില്ല. ഇതാണ് അവസ്ഥയെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി പൈസയേ ഇല്ല. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ അവസ്ഥയിൽ ഞാൻ 2 പോസിബിലിറ്റീസ് പറഞ്ഞു തരുവാണ്. 2 പോസിബിലിറ്റി. എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസ ഇല്ല, പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ബിസിനസ് തുടങ്ങാൻ റെഡിയാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, ഇനി ഒരു ചായ കുടിക്കാൻ പോലും പൈസയില്ല. തൊഴിലാളികൾ വന്നിട്ടൊരു ചായ വേണം മുതലാളി എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കയ്യിൽ നയാ പൈസയില്ല. ആ അവസ്ഥയിലാകിപ്പോയി. പൈസ മൊത്തം അങ്ങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് കയ്യിലുള്ള പൈസ മുഴുവനും കൊണ്ടുവന്ന് ഞാനങ്ങ് നിങ്ങളുടെ വാക്കും കേട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്ത്. നിങ്ങൾ എന്നോട് പറഞ്ഞ എന്താ, ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞ്. ഞാൻ കയ്യിലുണ്ടായിരുന്നത് മൊത്തം കൊടുത്ത് ലാൻഡും ബിൽഡിങ്ങും മെഷീനറിയും വണ്ടിയും വെള്ളവും എല്ലാം കൂടെ മേടിച്ച് അങ്ങ് തീർത്ത്. അപ്പോഴാണ് അറിയുന്നത് ഇനി എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസ ഇല്ലെന്ന്. ഇവിടെ 2 പോസിബിലിറ്റി പറയുവാണേ. പോസിബിലിറ്റി നമ്പർ 1 ശ്രദ്ധിച്ച് കേട്ടോ. രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം കഴിഞ്ഞു. ഈ റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ തട്ടി മെഷീനറിയിലിട്ടു. ബിസ്ക്കറ്റ് നിർമ്മിക്കാൻ പോവുക. ചടപ്പട നീ വാങ്ങിയ റോ മെറ്റീരിയൽസ് മുഴുവനും 10 മണിക്ക് പ്രവർത്തനം തുടങ്ങി. 10 മണിക്ക് ബിസിനസ് തുടങ്ങി. കൃത്യം 2 മണിയായപ്പോൾ തന്നെ ബിസ്ക്കറ്റ് നിർമ്മിച്ച് കഴിഞ്ഞു. കംപ്ലീറ്റ് റോ മെറ്റീരിയൽസും ആഡ് ചോദിക്ക് ബിസ്ക്കറ്റ് നിർമ്മിച്ചു. 2:30 ആയപ്പോൾ പാക്കിംഗ് കഴിഞ്ഞു. കംപ്ലീറ്റ് ബിസ്ക്കറ്റും പാക്ക് ചെയ്തു. 3 മണിയോടുകൂടി ബിസ്ക്കറ്റ് മാർക്കറ്റിൽ എത്തിച്ചു. 4 മണിക്ക് തന്നെ ബിസ്ക്കറ്റ് വിറ്റ് തീർന്നു. ആഹാ, കംപ്ലീറ്റ് ബിസ്ക്കറ്റും 4 മണിക്ക് വിറ്റ് തീർന്നു. 4:30 പൈസ മൊത്തം തിരിച്ച് കയ്യിൽ വന്നു. ഈ കംപ്ലീറ്റ് ബിസ്ക്കറ്റും വിറ്റു. കംപ്ലീറ്റ് ബിസ്ക്കറ്റിൻ്റെയും പൈസ 4:30 മണിക്ക് തന്നെ കയ്യിൽ തിരിച്ചു വന്നു. ഇങ്ങനെ വിത്തിൻ സെക്കൻഡ്സ്, വിത്തിൻ മിനിറ്റ്സ്, വിത്തിൻ അവേഴ്സ് ടപ്പ ഈ അത്ര സ്പീഡിൽ റോ മെറ്റീരിയൽ വാങ്ങുന്നു, റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നു, പാക്ക് ചെയ്യുന്നു, മാർക്കറ്റിൽ എത്തിക്കുന്നു, വിൽക്കുന്നു, പൈസ കിട്ടുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓട്ടോമാറ്റിക്കലി വൈകിട്ട് 4:30 എൻ്റെ കയ്യിൽ പൈസ വരും. വൈകിട്ട് 4:30 ഈ മുടക്കിയ തുക മുഴുവൻ എൻ്റെ കയ്യിൽ വരും. നിങ്ങൾക്ക് ചായയോ ബിസ്ക്കറ്റോ പപ്സോ മുട്ട എന്ത് വേണേലും വാങ്ങി കഴിക്കാം. ഇഷ്ടം പോലെ പൈസയുണ്ട്. ഇവിടെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. കാര്യം എന്താ, രാവിലെ 10 മണിക്ക് തുടങ്ങി, ഞാൻ രാവിലെ 10 മണിക്ക് തുടങ്ങിയ പ്രവർത്തനത്തിൻ്റെ പൈസ വൈകിട്ട് 4:30 തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ എൻ്റെ കൈവശം പൈസ വെക്കേണ്ട കാര്യമില്ലല്ലോ. വൈകിട്ട് 4:30 ആകുമ്പോഴത്തേക്ക് പൈസ കിട്ടിയില്ലേ? ഈ പൈസ കൊടുത്തിട്ട് വീണ്ടും റോ മെറ്റീരിയൽ മേടിക്കാം. നാളെ രാവിലെയും ഇതുപോലെ തന്നെ ചെയ്താൽ പോരെ? രാവിലെ 10 മണിക്ക് പണി തുടങ്ങുന്നു, വൈകുന്നേരം 4 മണി 4:30 ആകുമ്പോൾ മുഴുവൻ പൈസയും കിട്ടുന്നു. ഈ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ, അതായത് റോ മെറ്റീരിയൽ വാങ്ങുന്നു, റോ മെറ്റീരിയലിനെ വേണമെങ്കിൽ ആദ്യം ഒരു സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നു, സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നു, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിൽക്കുന്നു, വിറ്റാൽ ഉടൻ തന്നെ പൈസ കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് മണിക്കൂറുകൾക്കകം നടക്കുമെങ്കിൽ ഞാൻ എന്തിനാണ് കയ്യിൽ പൈസ കരുതി വെക്കുന്നത്? മണിക്കൂറുകൾക്കകം പൈസ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പറഞ്ഞ മനസ്സിലായോ? റോ മെറ്റീരിയൽ വാങ്ങി വിത്തിൻ മണിക്കൂർസ്, വിത്തിൻ അവേഴ്സ് നമുക്ക് ഈ പൈസ ഇനി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ എന്തിനാണ് പൈസ കരുതി വെക്കുന്നത്? എപ്പോഴും പൈസ ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഇത് റിയാലിറ്റി ആണോ? ഇങ്ങനെ സംഭവിക്കൂ. രാവിലെ റോ മെറ്റീരിയൽ മേടിച്ചിട്ട് ആ മുഴുവൻ റോ മെറ്റീരിയലും ഉച്ചയ്ക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത് ആ മുഴുവൻ പ്രൊഡക്ഷനും ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 ആകുമ്പോൾ തന്നെ പാക്ക് ചെയ്ത് തീർന്ന് അത് മുഴുവനായിട്ടും 4 മണിക്ക് മുമ്പ് മാർക്കറ്റിലെത്തിച്ച് മുഴുവൻ ബിസ്ക്കറ്റും 4:30 മുമ്പ് വിറ്റ് മുഴുവൻ പൈസയും ബിസിനസ്സിലേക്ക് വൈകുന്നേരത്തിന് മുമ്പ് എത്തിക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? അല്ല. ഇതിനത്ര റിയാലിറ്റി പോരാ. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെങ്കിൽ, നമുക്ക് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനെന്ന് പറഞ്ഞ് കയ്യിൽ ക്യാഷ് കരുതേണ്ട കാര്യമില്ല. നമ്മൾ കയ്യിൽ പൈസ വെക്കണ്ട. കാര്യം എന്താ? ഇവിടെ രാവിലെ തുടങ്ങുന്ന പരിപാടി വൈകുന്നേരം ആകുമ്പോൾ തന്നെ ക്യാഷ് ഇനി കിട്ടുകയല്ലേ. അപ്പോൾ ഞാൻ വെറുതെ പൈസ ഒപ്പിച്ച് കൈ വെക്കണ്ട. എൻ്റെ ബിസിനസ്സിലോട്ട് പൈസ വന്നുകൊണ്ടിരുന്നോളും. പക്ഷേ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വെറും ഒരു കഥ മാത്രമാണ്. ഇത് സംഭവിക്കത്തില്ല. നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതിനിടയ്ക്ക് ഗ്യാപ്പ് വരും. റോ മെറ്റീരിയൽ വാങ്ങി
റോ മെറ്റീരിയൽ വാങ്ങി ആ റോ മെറ്റീരിയൽ കുറേ നാൾ ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. റോ മെറ്റീരിയൽ എല്ലാം കൂടി ഒരുമിച്ച് കൊട്ടയിൽ വാരിക്കൊണ്ടിട്ട് മെഷീനറിലിട്ട് ഒരുമിച്ച് അങ്ങ് ചെയ്യത്തില്ല. കുറച്ച് റോ മെറ്റീരിയൽ കുറേ കാലം റോ മെറ്റീരിയലായിട്ട് തന്നെ ചിലപ്പോൾ അവിടെ ഇരിക്കും. ഇത് ഒരുമിച്ചൊന്നും പണി നടക്കത്തില്ല. റോ മെറ്റീരിയൽ കുറച്ച് കാലം സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് അവിടെ ഇരിക്കും. ഈ സെമി ഫിനിഷ്ഡ് ഗുഡ്സും വിത്തിൻ സെക്കൻഡ്സ് ഒന്നും ഫിനിഷ്ഡ് ആവത്തില്ല. സെമി ഫിനിഷ്ഡ് ഗുഡ്സിന് ശേഷം ഫിനിഷ്ഡ് ഗുഡ്സ് കുറേ നാൾ ഗോഡൗണിൽ ഇരിക്കും. ഇത് ചടപടാന്ന് വിറ്റ് തീർക്കാനൊന്നും പറ്റത്തില്ല. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് തന്നെ കുറേ നാളിരിക്കും. വിൽക്കുന്നത് ചിലപ്പോൾ കടത്തിനാണെങ്കിൽ കുറേ കാലം ഡെറ്റേഴ്സ് എന്നും പറഞ്ഞിരിക്കും. ഈ വാങ്ങിക്കൊണ്ട് പോകുന്നവന്മാർ കടത്തിനാണ് വാങ്ങുന്നതെങ്കിലോ അവരുടെ പുറകെ പിന്നെ കുറേ മാസം പോകും. പിന്നല്ലേ ക്യാഷ് കിട്ടൂ, വീണ്ടും റോ മെറ്റീരിയൽ മേടിക്കാം. ഇത് കുറച്ച് നാൾ പിടിക്കുന്ന പരിപാടിയല്ലേ പിള്ളേരെ? നിങ്ങൾ തന്നെ ആലോചിച്ചു, ഇതൊക്കെ കുറച്ച് നാൾ അറ്റ്ലീസ്റ്റ് ഒരു 1.5 മാസം എടുക്കത്തില്ല ഇത് മൊത്തം നടന്നു തീരാൻ. അങ്ങനെ വരുമ്പോൾ ഈ 1.5 മാസം തൊഴിലാളികൾക്ക് ചായ വാങ്ങി കൊടുക്കണ്ടേ? അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. റോ മെറ്റീരിയൽ വാങ്ങി ആ റോ മെറ്റീരിയൽ കുറേ കാലം അങ്ങനെ ഇരിക്കും. റോ മെറ്റീരിയലിനെ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി അത് കുറേ കാലം അങ്ങനെ ഇരിക്കും. സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് അവിടെ അതങ്ങനെ കുറേ കാലം ഇരിക്കും. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ ഈ കടത്തിന് വാങ്ങിക്കൊണ്ട് പോയവന്മാർ ഉടനെ പൈസ തരത്തില്ല. പിന്നെ അവന്മാരങ്ങനെ കുറേ കാലം അവന്മാരുടെ പുറകെ നടക്കേണ്ടി വരും. പിന്നെ എങ്ങനെയെങ്കിലും അവന്മാർ പൈസ തരാനായിട്ട് ഒരു സമയം എടുക്കും. ഇത്രയും നാൾ നമ്മുടെ കയ്യിൽ പൈസ എന്ത് ചെയ്യും? ഇത്രയും കാലം നമ്മൾ ബിസിനസ് മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ബിസിനസ്സിൻ്റെ ആൾക്കാർക്ക് പൈസ കൊടുക്കണ്ടേ? ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട് കുറേ പൈസ കയ്യിൽ വേണ്ടേ? നമ്മുടെ ഈ റോ മെറ്റീരിയലിൻ്റെ പൈസ കിട്ടാൻ ചിലപ്പോൾ 2-2.5 മാസം എടുക്കും. നമ്മൾ ഈ പറയുന്ന 2-2.5 മാസം എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ കയ്യിൽ കുറച്ച് പൈസ അധികം കരുതി വെച്ചിരിക്കണം. ഈ റോ മെറ്റീരിയൽ ഇങ്ങനെ കറങ്ങി പൈസ ആകുന്നിടം വരെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദുൽഖർ സൽമാൻ വന്ന് ഉദ്ഘാടനം ചെയ്തില്ലേ? ആ സമയത്ത് കുറേ റോ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ആ റോ മെറ്റീരിയൽ കറങ്ങി ക്യാഷായിട്ട് കൈ വരുന്നിടം വരെ നമ്മുടെ കയ്യിൽ 5ൻ്റെ പൈസ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ ബിസിനസ്സിനെ സംബന്ധിച്ച് റോ മെറ്റീരിയൽ വാങ്ങി ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങി ഈ റോ മെറ്റീരിയൽ പല പ്രോസസ്സിലൂടെ കറങ്ങി വീണ്ടും ക്യാഷായി വരുന്നിടം വരെ ഉള്ളതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങി റോ മെറ്റീരിയൽ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി, സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കടത്തിന് വിറ്റാൽ ഡെറ്റേഴ്സ് ആയി, ഡെറ്റേഴ്സിൻ്റെ നിന്ന് പിന്നെ ക്യാഷ് കിട്ടി, വീണ്ടും റോ മെറ്റീരിയൽ വാങ്ങി. ഇത് സൈക്കിളാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിനിടയ്ക്ക് ഗ്യാപ്പ് ഇല്ലെങ്കിൽ, അതായത് ഇതെല്ലാം പെട്ടെന്നാണ് നടക്കുന്നതെങ്കിൽ പെട്ടെന്നാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ കയ്യിൽ പൈസ കരുതണോ? വേണ്ട, കയ്യിൽ പൈസ കരുതണ്ട. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഇതിങ്ങനെ പെട്ടെന്ന് നടക്കത്തില്ല, ഗ്യാപ്പ് വരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ മേടിച്ചിട്ട് വിത്തിൻ അവേഴ്സ് ഈ റോ മെറ്റീരിയൽ ക്യാഷ് ആയിട്ട് മാറത്തില്ല. സമയം കൊടുക്കണം. ആ സമയത്തേക്ക്, അത്രയും സമയത്തേക്ക് ബിസിനസ് മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ കയ്യിൽ കുറച്ച് പൈസ വേണം. ആ പണത്തിനാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഒരു ക്യാഷ്, അതായത് ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ട പണത്തിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കാരണം ഇത്രയും സമയം, അതായത് റോ മെറ്റീരിയൽ ക്യാഷായി മാറുന്നിടം വരെ ബിസിനസ് വർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ബിസിനസ് മുന്നോട്ട് വർക്ക് ചെയ്ത് പോകാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടുന്ന ചെറിയ പൈസയ്ക്കാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായതാണെന്ന്. അത് നിങ്ങളെ കാര്യം ഉദ്ദേശിച്ചല്ല, ഞാൻ പൊതുവേ കേട്ടിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് വാട്ട്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് മണി അവൈലബിൾ ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഇത് ടെക്സ്റ്റിലുള്ള മീനിങ് ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന പൈസ. നിങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ 365 ദിവസത്തെയും ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ട പൈസയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാ. അങ്ങനല്ല. ബിസിനസ്സിന് 365 ദിവസത്തേക്കും വേണ്ടി ചിലവാക്കുന്ന പൈസ അല്ല. അതായത് ജനുവരി മാസം 1-ാം തീയതി തൊട്ട് ഡിസംബർ 31-ാം തീയതി വരെയുള്ള 365 ദിവസത്തെ ബിസിനസ്സിൻ്റെ ചെലവിനെ അല്ല, ആ ചെലവിൻ്റെ ടോട്ടൽ അല്ല വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ യഥാർത്ഥത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് നമ്മുടെ കയ്യിൽ പണം അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ, ലൈക്ക് നമ്മൾ പൈസ മുഴുവനും റോ മെറ്റീരിയൽ മേടിച്ച് തീർത്തു, നമ്മുടെ പണം മുഴുവനും റോ മെറ്റീരിയൽ വാങ്ങി തീർത്തു. ഓട്ടോമാറ്റിക്കലി ഈ റോ മെറ്റീരിയലാണ് ഇനി കറങ്ങി അവസാനം ക്യാഷായി മാറേണ്ടത്. അത്രയും ഗ്യാപ്പ് നമുക്ക് കയ്യിൽ പൈസ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ റോ മെറ്റീരിയലിൽ നിന്ന് തിരിച്ച് എപ്പോഴാണോ ക്യാഷായിട്ട് വരുന്നത് അത്രയും നാൾ നമുക്ക് ഈ ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകാനുള്ള പൈസ കൈ വേണമെന്നാണ് പറയുന്നത്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണത്തിനെയാണ്
വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഡേ ടു ഡേ ആക്ടിവിറ്റിക്കാണ്. പക്ഷേ നിങ്ങൾ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ കേസ് മറന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ബിസിനസ്സിന് 365 ദിവസത്തെയും ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന പണമല്ല വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് സിംപ്ലി മണി അവൈലബിൾ ടു കവർ ദ ഓപ്പറേറ്റിംഗ് ഗ്യാപ്പാണ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഗ്യാപ്പ് കവർ ചെയ്ത് പോകുന്നതിന് വേണ്ടുന്ന പണമാണ് ശരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ മനസ്സിലായോടോ? നിങ്ങൾ ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ റിയാലിറ്റി അല്ലാത്ത ചിന്തിച്ച് നോക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരത്തില്ല. രാവിലെ റോ മെറ്റീരിയൽ വാങ്ങി വൈകുന്നേരം ആയപ്പോൾ തന്നെ അത് മുഴുവനും ബിസ്ക്കറ്റാക്കി വിറ്റ് പൈസ കൈ വരുമെങ്കിൽ ഞാൻ എന്തിനാ പൈസ കൈ കരുതി വെക്കുന്നത്? വൈകിട്ട് പൈസ കിട്ടത്തില്ലേ? നാളെ രാവിലെ വീണ്ടും ഇത് കണക്ക് റോ മെറ്റീരിയൽ വാങ്ങുന്നു, വൈകുന്നേരം ആകുമ്പോൾ തന്നെ പൈസ കിട്ടും. ആ കേസിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട. പക്ഷേ അവിടെ ഡേ ടു ഡേ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന മനസ്സിലാക്കുന്നുണ്ടോ? ഞാനിത് മാക്സിമം നിങ്ങളെ ശ്രമിക്കുവാണ്. കാര്യം നാളെ ഒരു കാലത്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങളെങ്കിലും പറയരുത് ബിസിനസ്സിൻ്റെ ഓരോ ദിവസത്തെയും ചെലവിന് വേണ്ടുന്ന പണമാണ്. ഒബ്വിയസ്ലി അങ്ങനൊരു മീനിങ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ബിസിനസ്സിന് 365 ദിവസവും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പണത്തിനെ അല്ല വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കേസ് അങ്ങനെ സംഭവിച്ചാൽ ബിസിനസ്സിന് വർക്കിംഗ് ക്യാപിറ്റലേ വേണ്ട. അതിനർത്ഥം ബിസിനസ്സിന് ഡേ ടു ഡേ ആക്ടിവിറ്റി ഇല്ലെന്നാണോ? ബിസിനസ്സിന് അവിടെയും ഡേ ടു ഡേ ആക്ടിവിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ പണം കയ്യിൽ കരുതി വെക്കേണ്ട. കാര്യം എന്താ? 10 മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് 5 മണിക്ക് തന്നെ ക്യാഷ് മുഴുവനും കൈ കിട്ടും. അങ്ങനെ സംഭവിക്കാറില്ല. ആ ഒരു ഗ്യാപ്പ്, അതായത് 10 മണിക്ക് റോ മെറ്റീരിയൽ മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത മാസം ഏതെങ്കിലും ഒരു തീയതിയിലായിരിക്കും ഇത് ക്യാഷായി മാറുന്നത്. ഇത്രയും നാൾ ചുമ്മാ ഇരിക്കാൻ പറ്റൂ? ഈ ഗ്യാപ്പ്, ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ വെക്കേണ്ടി വരും. ആ പണത്തിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ആ ഓപ്പറേറ്റിംഗ് സൈക്കിൾ വെച്ചിട്ട് തന്നെ ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഈ ഒരു 5 സ്റ്റേജിലൂടെയാണ് ക്യാഷ് വീണ്ടും ക്യാഷ് ആവുന്നത്. അതെന്ന് വെച്ചാൽ ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങിയില്ലേ, അത് പിന്നെ ക്യാഷ് ആവുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ക്യാഷ് ആവുക. അതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. കയ്യിലിരിക്കുന്ന പണം റോ മെറ്റീരിയൽ വാങ്ങാൻ മുടക്കി. ഇനി അതെന്നാണ് തിരിച്ച് ക്യാഷായി വരുന്നത്? ഇങ്ങനെ 5 സ്റ്റെപ്പിലൂടെയാണ്. നോക്കിക്കോ. ആദ്യം കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻറ്റു റോ മെറ്റീരിയൽ. പൈസ കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങി. ഇനി കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻറ്റു വർക്ക് ഇൻ പ്രോഗ്രസ്. അതാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നതിന് മുൻപുള്ള അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി മാറ്റണം. കൺവേർഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റണം. കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻറ്റു അക്കൗണ്ട് റിസീവബിൾ. അതായത് ഡെറ്റേഴ്സ്. കടത്തിന് വിൽക്കുന്നു എന്നാണ് അസംഷൻ. ഓക്കെ, കടത്തിന് വിൽക്കാറുണ്ട്, മാക്സിമം ചിന്തിക്കാം, കടത്തിന് വിൽക്കണമല്ലോ. അപ്പോൾ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻറ്റു അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെറ്റേഴ്സൊക്കെ തന്നെ. ലാസ്റ്റ് കൺവേർഷൻ ഓഫ് അക്കൗണ്ട് റിസീവബിൾ ഇൻറ്റു ക്യാഷ്. ദിസ് സൈക്കിൾ വിൽ ബി റിപ്പീറ്റഡ്. ഇനി എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ. ഇത് രാവിലെ 10 മണിക്ക് നടക്കുന്നു, ഇത് വൈകിട്ട് 4 മണിക്ക് നടക്കുന്നു. ഇതിനിടയ്ക്ക് നമുക്കൊന്ന് സഹിക്കാവുന്നുള്ളൂ. ഉച്ചയ്ക്കൊരു ചായ കുടിക്കേണ്ടെന്ന് വെച്ചാൽ മതി. കൃത്യം 4 മണിക്ക് ഈ പൈസ മുഴുവനും കിട്ടിയാൽ ഇതിലെവിടെയാണ് പൈസ കരുതി വെക്കേണ്ടത്? രാവിലെ 10 മണിക്ക് റോ മെറ്റീരിയൽ വാങ്ങുന്ന എനിക്ക് വൈകിട്ട് 4 മണിക്ക് തന്നെ അത് മുഴുവനും ക്യാഷാക്കി മാറ്റാൻ പറ്റിയാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് ചിന്തിക്കാം, ഒരു 2 മണിക്ക് തന്നെ, ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ അത് മുഴുവനും ക്യാഷാക്കി മാറ്റാൻ പറ്റിയാൽ ഞാൻ എൻ്റെ കയ്യിൽ ഒരു നയാ പൈസ കരുതി വെക്കേണ്ട. കാര്യം ഉച്ചയ്ക്ക് 2 മണിക്ക് പൈസ വരുമല്ലോ, അത് കൊടുത്ത് വീണ്ടും റോ മെറ്റീരിയൽ മേടിക്കാം. കയ്യിൽ എപ്പോഴും പൈസയുണ്ട്. പക്ഷേ ഈ 5 കാര്യം ഞാൻ പറഞ്ഞ പോലെ മിന്നൽ വേഗത്തിൽ നടക്കത്തില്ല. റോ മെറ്റീരിയൽ വാങ്ങിയിട്ട് അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി, അത് കടത്തിന് വിറ്റ് ക്യാഷ് കിട്ടാൻ ചിലപ്പോൾ 3-4 മാസം എടുക്കും. സപ്പോസ് 3 മാസമെങ്കിലും എടുക്കുമെന്ന് വിചാരിക്കുക. ആ 3 മാസം ബിസിനസ്സിന് ചായ കുടിക്കണ്ടേ? ഞാൻ എക്സാമ്പിൾ പറയാം, ബിസിനസ്സുകാർക്ക് ചായ കുടിക്കണ്ടേ? അപ്പോൾ ആ 3 മാസത്തേക്ക് കുറച്ച് പൈസ കൈവയ്ക്കണ്ടേ? അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 3 മാസം കഴിയുമ്പോൾ പൈസ തിരിച്ച് കിട്ടും. 3 മാസം കഴിയുമ്പോൾ ഈ പൈസ കിട്ടും. ആ പൈസ കൊടുത്ത് വീണ്ടും റോ മെറ്റീരിയൽ വാങ്ങുന്നു. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് 365 ദിവസത്തേക്കും നമ്മൾ പൈസ കൈ കരുതി വെക്കേണ്ടടോ. ഇടയ്ക്കിടയ്ക്ക് സെയിലിൽ നിന്ന് പൈസ കിട്ടത്തില്ലേ? അപ്പോൾ ഈ സെയിലിൽ നിന്ന് പൈസ കിട്ടുന്നതിനകത്തൊരു ഡിലേ വരുമ്പോഴാണ് സത്യത്തിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? അതായത് രാവിലെ വാങ്ങുന്ന റോ മെറ്റീരിയൽ ഉച്ചയോടുകൂടി സെയിലായി പൈസ കൈ വരുമെങ്കിൽ നമ്മൾ എന്തിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറഞ്ഞ് ഒരു പണം കരുതി വെക്കുന്നത്? ബിസിനസ്സിൽ എപ്പോഴും മേശക്കകത്ത് പൈസ ഉണ്ടല്ലോ അല്ലേ? ഉച്ചയ്ക്ക് 2 മണിക്ക് പൈസ വന്നങ്ങ് നിറഞ്ഞില്ലേ? അതെടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതി. നാളെ രാവിലെ ഇത് തന്നെ സംഭവിക്കും. പക്ഷേ അങ്ങനെ സംഭവിക്കാറില്ല. ഗ്യാപ്പ് വരും. അതായത് ഈ സൈക്കിൾ കാണിച്ചു തരാം. ഇതാണ് സൈക്കിൾ. കണ്ടോ? ഇങ്ങോട്ടാണ് ആരോ നോക്കിക്കോണേ. മേലോട്ടല്ല, താഴോട്ടാണ്. ഇങ്ങോട്ടാണ് ആരോ നോക്കിക്കോണേ. കണ്ടോ?
ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങി, റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി, വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി, ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് റിസീവബിൾ ആക്കി, അക്കൗണ്ട് റിസീവബിൾ നിന്ന് വീണ്ടും ക്യാഷ് കിട്ടി, ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഇത് ഭയങ്കര ഇതുണ്ടാ, ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനിടയ്ക്ക് ഗ്യാപ്പ് വരും. ഇത് പെട്ടെന്ന് നടക്കത്തില്ല, കുറച്ച് സമയം വൈകി നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് പൈസ കയ്യിൽ വേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ആ പണം, ആ ഒരു ക്യാഷിനെയാണ് ശരിക്കും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഒബ്വിയസ്ലി ആ പണം എന്തിനു വേണ്ടിയാണ്? ഡേ ടു ഡേ ആക്ടിവിറ്റിക്കാണ്. അവിടെയാണ്, അങ്ങനെയാണ് മീനിങ് എടുക്കേണ്ടത്. ഓക്കെ, ഐ എഗ്രീഡ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റിക്കാണ്. പക്ഷെ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന പോലെ ബിസിനസ് 365 ദിവസവും ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടി അല്ല. പണമില്ലാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പൈസ ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്. അതിനെയാണ് സത്യത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്? റോ മെറ്റീരിയൽ ബ്ലോക്ക് ആവും, വർക്ക് ഇൻ പ്രോഗ്രസ്സിനകത്ത് ബ്ലോക്കായി കിടക്കും, ഫിനിഷ്ഡ് ഗുഡ്സിൽ ബ്ലോക്കായി കിടക്കും, അക്കൗണ്ട്സിൽ ബ്ലോക്ക്, ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് പൈസയ്ക്ക് അത്യാവശ്യം വരും. ആ അത്യാവശ്യത്തിന് വേണ്ടി കയ്യിൽ കരുതേണ്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും ഈ ലോജിക്ക് മനസ്സിലാക്കണം. എല്ലാവരും, എനിക്കൊന്ന് 99% കുട്ടികളുടെയും വിചാരം ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന പൈസ. അപ്പോൾ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ 365 ദിവസവും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നടത്താനുള്ള പൈസയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ 365 ദിവസത്തെ എക്സ്പെൻസിൻ്റെ ടോട്ടലാണോ വർക്കിംഗ് ക്യാപിറ്റൽ? ആണോ? ജനുവരി 1 തീയതി തൊട്ട് ഡിസംബർ 31 തീയതി വരെ ഡേ ടു ഡേ ആക്ടിവിറ്റി നടക്കുന്നുണ്ടല്ലോ, അതെല്ലാം കൂടെ എഴുതി കൂട്ടുന്നതാണോ വർക്കിംഗ് ക്യാപിറ്റൽ? അല്ല, അതല്ല വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ 365 ദിവസത്തെയും നമ്മുടെ ചിലവൊന്നും അല്ല. കയ്യിൽ പണം ഇല്ലാതെ വരും. എങ്ങനെയാ? ഈ സൈക്കിളിനകത്ത് ബ്ലോക്കായി പോവും. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിനകത്ത് നമ്മുടെ പൈസ ബ്ലോക്കായി പോവും. അത് റിലീസ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അത്രയും സമയത്തേക്ക് ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ കൈ കുറച്ച് പൈസ വേണം. അതിനെയാണ് നമ്മൾ, ആ പണത്തിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ആ പണം ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് മീനിങ് വരുന്നത്. മനസ്സിലായോ? ഇങ്ങനെ കാര്യമുണ്ട് ഇതിനകത്ത് ഇങ്ങനൊരു ഹിഡൻ മീനിങ് കിടപ്പുണ്ട്. ഇത് എത്രത്തോളം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒബ്വിയസ്ലി ഞാൻ ഇതുവരെ ചോദിച്ചവരാരും ഇങ്ങനൊരു ആൻസർ ഒന്നും എന്നോട് പറഞ്ഞ് കേൾപ്പിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നത് മണി അവൈലബിൾ ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റി. ഓക്കെ, ഞാൻ എഗ്രി ചെയ്തു. പക്ഷേ ഇതാണ് മീനിങ്. ഇപ്പോൾ ക്ലിയർ ആയോ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന്? ഓക്കെ, ശരി. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈ സെൻറ്റൻസ് ആണ് നിങ്ങൾ പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ മണി അവൈലബിൾ ടു എ കമ്പനി ഫോർ ഇറ്റ്സ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഇവിടെ പഠിച്ച് നിർത്തുമ്പം നിങ്ങൾ വിചാരിക്കുന്നത് ബിസിനസ്സിൻ്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള പൈസ. ഓക്കെ, മനസ്സിലായി. പക്ഷേ അത് ഓരോ ദിവസത്തെയും കാര്യം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് പണമില്ലാതെ, പണം ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ബ്ലോക്കായി കിടക്കുമ്പോഴാണ്. അല്ലാതെ 365 ദിവസത്തെയും ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ പൈസയല്ല. അതങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ 2 മാസത്തേക്കായിരിക്കാം, ചിലപ്പോൾ 2.5 മാസത്തേക്കായിരിക്കാം. അത്രയും നാളത്തേക്ക് പൈസ കയ്യിലുണ്ടായാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് വിറ്റ് കിട്ടുമല്ലോ. 2.5 മാസം കഴിയുമ്പോൾ ഈ പറയുന്ന ബിസ്ക്കറ്റ് വിറ്റ് പൈസ വരുമല്ലോ. പിന്നെ അതെടുത്ത് ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലോക്ക്, ആ ഓപ്പറേറ്റിംഗ് സൈക്കിളിനകത്ത് വരുന്ന ഗ്യാപ്പ് നമുക്കൊന്ന് പിടിച്ച് നിൽക്കണം. അതാണ് കേസ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നിങ്ങൾ സിങ്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇത്രയും കാലം? അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടുന്ന പണമാണെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ടല്ലോ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. അതായത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇതും പഠിക്കും. നിങ്ങളാരാ മക്കൾ? നിങ്ങൾക്ക് ഇതും അറിയാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ സിങ്കായി? അതല്ലേ പ്രശ്നം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത എന്താ? ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന പൈസയും കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയും എങ്ങനെ സിങ്കായി? അപ്പോൾ അത് സിങ്കാക്കി തരേണ്ടത് എൻ്റെ ജോലിയല്ലേ? ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെയൊക്കെയാണ് നിങ്ങൾ ഡിഗ്രി ലെവൽ പഠിത്തത്തിലേക്ക് വരേണ്ടത്. നോക്കൂ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ആ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് സൈക്കിൾ, യെസ്, ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ ഗ്യാപ്പ് ഇൻ ദ സെൻസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങി. സപ്പോസ് ഓൺ ആൻ ആവറേജ് ഒരു മാസം ഈ റോ മെറ്റീരിയൽ അവിടെ അതുപോലെ തന്നെ ബ്ലോക്കായി. റോ മെറ്റീരിയൽ ഒരു മാസം ബിസിനസ്സിനകത്ത് അങ്ങനെ തന്നെ ഇരിക്കുവാണ്. റോ മെറ്റീരിയൽ എന്ന രൂപത്തിൽ തന്നെ ഓൺ ആൻ ആവറേജ് ഒരു മാസം ഇത് റോ മെറ്റീരിയലായിട്ട് തന്നെ ഇരിക്കുവാണ്. ഇപ്പോൾ റോ മെറ്റീരിയൽ മേടിച്ചത് ഞാനിപ്പോൾ 50,000 രൂപ കൊടുത്താണ്. ഞാൻ 50,000 രൂപ കൊടുത്ത് റോ മെറ്റീരിയൽ മേടിക്കുന്നു. ഈ റോ മെറ്റീരിയൽ ഒരു മാസം ബിസിനസ്സിനകത്ത് അങ്ങനെ തന്നെ ഇരിക്കുവാണ്. വിച്ച് മീൻസ് 1 മന്ത് എൻ്റെ 50,000 രൂപ റോ മെറ്റീരിയലിനകത്ത് ബ്ലോക്കായി.
ഒരു മാസം എൻ്റെ കയ്യിലിരിക്കുന്ന 50 രൂപ റോ മെറ്റീരിയലിൻ്റെ പുറത്ത് ബ്ലോക്കായി കിടക്കുവാണ്. ഓക്കെ, ഈ റോ മെറ്റീരിയൽ പതുക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി, അതായത് സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റായി. സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റും ഇതുപോലെ ഒരു മാസം അവിടെ ഇരുന്നു അനക്കമില്ലാതെ. റോ മെറ്റീരിയൽ ഒരു മാസം ഇരുന്നു, അപ്പോൾ 50,000 രൂപ ഇതിനകത്തായിപ്പോയി. വർക്ക് ഇൻ പ്രോഗ്രസ്. നെക്സ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റിനകത്തും ഒരു മാസം കുടുങ്ങി എൻ്റെ പൈസ. ഫിനിഷ്ഡ് ഗുഡ്സും ഒരു മാസം അവിടെ അതുപോലെ ഗോഡൗണിൽ ഇരുന്നു. സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ഒരു മാസമാണ് ഗോഡൗണിനകത്ത് ഇരുന്നത്. ഓക്കെ, ഞാനത് കടത്തിന് വിറ്റു. അവർ ഒരു മാസം കഴിഞ്ഞേ പൈസ തിരിച്ചു തരത്തുള്ളൂ. ഞാൻ കടത്തിന് വിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടു. ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പൈസ തിരിച്ച് കിട്ടി. വിച്ച് മീൻസ് 1 2 3 4 4 മാസം വേണ്ടി വന്നു. ഞാനിപ്പോൾ ഈ മുടക്കിയ ഈ ക്യാഷ് തിരിച്ചെൻ്റെ കയ്യിലോട്ട് വരാൻ 4 മാസം വേണ്ടി വന്നു. ഈ 4 മാസം ഈ പറയുന്ന തുക ബ്ലോക്കായി കിടക്കുവാണ്. വിച്ച് മീൻസ് 4 months ആണ് ഇതിൻ്റെ ഡിലേ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? 4 മാസം വേണ്ടി വന്നു ഞാൻ റോ മെറ്റീരിയൽ വാങ്ങിയ ക്യാഷ് കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിൽ വരാൻ. ഇത്രയും മനസ്സിലായല്ലോ? ശരി, ഇവിടെ റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസ് അഥവാ സെമി ഫിനിഷ്ഡ് ഗുഡ്സും ഫിനിഷ്ഡ് ഗുഡ്സും ഇത് മൂന്നും കൂടെ ചേർത്താണ് നമ്മൾ ഇൻവെൻ്ററി എന്ന് വിളിക്കുന്നത്. ഒന്ന് പഠിച്ചു വെച്ചോ. റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസ്സും ഫിനിഷ്ഡ് ഗുഡ്സും ഇത് മൂന്നും കൂടെ ചേർത്താണ് നമ്മൾ ഇൻവെൻ്ററി എന്ന് വിളിക്കുന്നത്. ഈ ഇൻവെൻ്ററി എന്ന് പറയുന്നത് നമുക്കൊരു കറണ്ട് അസറ്റാണ്. ഇൻവെൻ്ററി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കറണ്ട് അസറ്റാണ്. ഇൻവെൻ്ററി ഇത് മൂന്നിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. അത് നമുക്ക് കറണ്ട് അസറ്റാണ്. ഇത് ഡെറ്റേഴ്സ് ആണല്ലോ. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ആണ്. നമുക്ക് ഡെറ്റേഴ്സ് ആയിട്ട് കൂട്ടാം. അതും കറണ്ട് അസറ്റാണ്. ഇത് രണ്ടും കറണ്ട് അസറ്റ്. അപ്പോൾ ഇൻവെൻ്ററിയും ഡെറ്റേഴ്സും നമുക്ക് കറണ്ട് അസറ്റാണ്. ഓക്കെ, ഇനി പറഞ്ഞ് കേട്ടോണേ. നമ്മളിപ്പോൾ പൈസ കൊടുത്ത് റോ മെറ്റീരിയൽ മേടിച്ചു, അത് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി അതിനുശേഷം ഡെറ്റേഴ്സിന് കൊടുത്തു. അപ്പം നമ്മുടെ പൈസ മുഴുവനും കറണ്ട് അസറ്റിൽ തന്നെയാണ് ബ്ലോക്കായി കിടക്കുന്നത്. നമ്മുടെ പണം ബ്ലോക്കായി കിടക്കുന്നത്, അതായത് ഈ കറണ്ട് അസറ്റിലാണ് നമ്മുടെ പൈസ ഇപ്പം ബ്ലോക്കായി കിടക്കുന്നത്. ഇൻവെൻ്ററി പ്ലസ് ഡെറ്റേഴ്സിനകത്താണ് കിടക്കുന്നത്. ഓക്കെ, സോ ഈ ഇൻവെൻ്ററി പ്ലസ് ഡെറ്റേഴ്സിനകത്ത് ബ്ലോക്കായി കിടക്കുന്ന എമൗണ്ട് എത്രയാണോ അതാണ് നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ടത്. മനസ്സിലാവുന്നില്ലടോ? ഞാൻ എൻ്റെ പൈസ ഇൻവെൻ്ററിയിലും ഡെറ്റേഴ്സിലുമായിട്ടാണ് ബ്ലോക്കായി കിടക്കുന്നത്. 1 മാസം 2 മാസം 3 മാസം ഇത് ഇൻവെൻ്ററിയിൽ ബ്ലോക്കാവും. 1 മാസം റോ മെറ്റീരിയൽ, 1 മാസം സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, 1 മാസം ഫിനിഷ്ഡ് ഗുഡ്സിനകത്ത് ബ്ലോക്ക് ആവുന്നു എന്ന് പറഞ്ഞാൽ 3 മാസം ഇൻവെൻ്ററിയിൽ ബ്ലോക്കാവും, 1 മാസം ഡെറ്റേഴ്സിൽ ബ്ലോക്കാവും. വിച്ച് മീൻസ് ഈ 4 മാസം പണം ബ്ലോക്കായി കിടന്നു എന്ന് പറയുന്നത് ഇൻവെൻ്ററിയിലും ഡെറ്റേഴ്സിലും കൂടെയാണ്. ഓക്കെ, സോ അപ്പോൾ ഇൻവെൻ്ററിയിലും ഡെറ്റേഴ്സിലും ബ്ലോക്കായി കിടക്കുന്ന ആ തുകയാണ് എനിക്ക് 4 മാസം ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് കയ്യിൽ കരുതി വെച്ചിരിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ബിസിനസ് 4 മാസം മുന്നോട്ട് പോകാനായിട്ട് ഈ ഇൻവെൻ്ററിയിലും ഡെറ്റേഴ്സിലും കുടുങ്ങിക്കിടക്കുന്ന പൈസ എൻ്റെ കൈവശം ഞാൻ വെച്ചിരിക്കണം. ഓക്കെ, പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്നറിയോ? പ്രശ്നമല്ല, വേറൊരു കാര്യമുള്ളത് എന്താണെന്നറിയോ? എനിക്ക് വേണമെങ്കിൽ റോ മെറ്റീരിയൽസ് കടത്തിന് വാങ്ങിക്കൂടെ? ആലോചിച്ച്, എനിക്ക് വേണമെങ്കിൽ റോ മെറ്റീരിയൽസ് കടത്തിന് വാങ്ങിക്കൂടെ? ആ കടത്തിന് വാങ്ങുന്നയാൾ 2 മാസം കഴിഞ്ഞ് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാലോ? ഞാൻ റോ മെറ്റീരിയൽ വാങ്ങിയത് കടത്തിനാണ്. ആ കടത്തിന് വാങ്ങിയ ആൾ പറയുവാണ് ഇയാൾ 2 മാസം കഴിഞ്ഞ് എനിക്ക് പൈസ തന്നാൽ മതി. സോ എനിക്ക് കടം കിട്ടി. ഞാനൊരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ആളാണ്. സോ എനിക്ക് കടം കിട്ടി. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഞാൻ റോ മെറ്റീരിയൽ കടത്തിനാണ് വാങ്ങിയിരിക്കുന്നത്, ക്രെഡിറ്റർ ഉണ്ട്. അപ്പോൾ 2 മാസം കഴിഞ്ഞ് ഞാൻ അയാൾക്ക് പൈസ കൊടുത്താൽ മതി. വിച്ച് മീൻസ് ഈ ബ്ലോക്കായി കിടക്കുന്ന പൈസ എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഒരു 2 മാസത്തെ ആശ്വാസം കിട്ടുന്നുണ്ട്. എനിക്ക് ക്രെഡിറ്റേഴ്സ്, അതായത് ഞാൻ ഈ കടത്തിന് വാങ്ങിയവർ പറയുന്നത് 2 മാസം കഴിഞ്ഞ് തന്നാൽ മതി. സോ ഒരു 2 മാസത്തേക്ക് എനിക്ക് ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാൻ തൽക്കാലം പൈസ ഒപ്പിച്ച് വെക്കേണ്ട, അത് 2 മാസം കഴിഞ്ഞ് മതി. സോ എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻവെൻ്ററിയിൽ ബ്ലോക്കായ പൈസയും ഡെറ്റേഴ്സിൽ ബ്ലോക്കായ പൈസയും, എന്നാൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 2 മാസത്തേക്ക് കുറയ്ക്കാം. 1 മാസത്തെ റോ മെറ്റീരിയൽ, 1 മാസം വർക്ക് ഇൻ പ്രോഗ്രസ്, 1 മാസത്തെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇൻവെൻ്ററിയിൽ എന്ത് ബ്ലോക്കായി പ്ലസ് ഡെറ്റേഴ്സിൽ എന്തുമാത്രം ബ്ലോക്കായി മൈനസ് ക്രെഡിറ്റേഴ്സിന് ഞാൻ കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി. സോ ഇൻവെൻ്ററി പ്ലസ് ഡെറ്റേഴ്സ്, അതായത് ആ പൈസ അത്രയും വേണം. ഇൻവെൻ്ററിയിൽ ബ്ലോക്കായതും ഡെറ്റേഴ്സിൽ ബ്ലോക്കായതും ഞാൻ കയ്യിൽ കരുതണം എന്ന് പറയുമ്പോൾ തന്നെ പറയുവാണ് അത്രയും വേണ്ട, ക്രെഡിറ്റേഴ്സിൻ്റെ പൈസ കുറച്ച് കുറയ്ക്കാം. കാര്യം അവർക്ക് പതുക്കെ കൊടുത്താൽ മതി. ദിസ് ഈസ് ആക്ച്വലി കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. ഇങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റലിന് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി എന്നൊരു ഇക്വേഷൻ ഇവിടെ വരുന്നത്. ഇങ്ങനെയൊക്കെ വല്ലതും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എന്നാൽ ചിന്തിക്കണം. ചിന്തിച്ചിട്ടുള്ളവരാണെങ്കിൽ വളരെ സന്തോഷം.
ഈ ഒരു ലോജിക്കിലാണ് ആ രണ്ടാമത്തെ സെൻറ്റൻസ്. ഞാൻ മീനിങ് ആണ് ഈ പഠിപ്പിച്ചത് ഇത്രയും സമയമെടുത്ത്. ഓക്കെ, അപ്പോൾ ഇപ്പം മനസ്സിലായി. ഇപ്പം രണ്ടുകൂടെ ലിങ്ക് ആയതുകൊണ്ടോ, മണി അവൈലബിൾ ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റി തന്നെയാണ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടി. പക്ഷേ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്തേക്ക് വേണ്ടി മാത്രം മതി. അവിടെയും കറണ്ട് അസറ്റിൽ നമ്മൾ എത്ര രൂപയാണോ ബ്ലോക്കായി കിടക്കുന്നത് അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് കറണ്ട് ലൈബിലിറ്റി, അതായത് നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ നമുക്ക് ചില ഇളവുകൾ തന്നു കാണും. അത്രയും പൈസ ഇപ്പം കൈ കരുതണ്ടല്ലോ, സോ അത് മൈനസ് ചെയ്യാം. അതാണ് ഈ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് യഥാർത്ഥത്തിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ മണി അവൈലബിൾ ടു എ കമ്പനി ഫോർ ഇറ്റ്സ് ഡേ ടു ഡേ ആക്ടിവിറ്റി എന്നത് ശരിയാണ്. പക്ഷേ മനസ്സിലെങ്കിലും ഓർത്തോണം, അത് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്താണ്. പിന്നെ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി എന്ന് വരെയുള്ള കാരണം നമ്മുടെ പണം മുഴുവനും ബ്ലോക്കായി കിടക്കുന്നത് കറണ്ട് അസറ്റിലായിരിക്കും. റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഡെറ്റേഴ്സ്, ഇവിടെയാണ് പണം ബ്ലോക്കായി കിടക്കുന്നത്. അപ്പോൾ ആ ബ്ലോക്കായ തുക എത്രയാണെന്ന് കൂട്ടിയിട്ട്, പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കാനുണ്ട്, അവർ നമുക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമുണ്ട്. അത്രയും പൈസ ഇപ്പോൾ കൈ കരുതണ്ടല്ലോ. മൈനസ് ക്രെഡിറ്റേഴ്സ്, അതാണ് ഈ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. ഇതാണ് യഥാർത്ഥത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ. നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും ഈ ഒരു നിസാര കാര്യമല്ല. എനിക്കിപ്പോൾ നിങ്ങളെ വേണമെങ്കിൽ ഈ പറയുന്ന സെൻറ്റൻസ് 1 മിനിറ്റിൽ തീർക്കാമായിരുന്നു. ഓക്കെ, ബുക്ക് എടുത്തോളൂ, കറണ്ട് ഓക്കെ അറിയാമല്ലോ, കമ്പനി അത് എന്നൊക്കെ പറഞ്ഞു വിടാം. നിങ്ങൾ ഈ ഒരു തർക്കത്തിനും വരത്തതുമില്ല. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സുഖം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയത്. സോ ദിസ് ഈസ് ദ മീനിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ വർക്കിംഗ് ക്യാപിറ്റലിന് തന്നെ 2 കോൺസെപ്റ്റ് ഉണ്ട്. ഇനി അങ്ങോട്ട് ഈ മീനിങ് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് മനസ്സിലാവും. വർക്കിംഗ് ക്യാപിറ്റലിന് 2 കോൺസെപ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോൺസെപ്റ്റാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൽ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ, അതായത് നമുക്ക് എത്ര രൂപയാണ് കറണ്ട് അസറ്റിൽ ബ്ലോക്കായി കിടക്കുന്നത്, ആ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ മാത്രമേ എടുക്കൂ. കറണ്ട് ലൈബിലിറ്റി ഇവിടെ കുറയ്ക്കത്തില്ല. പക്ഷെ നമ്മൾ ഈ മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഈ കോൺസെപ്റ്റ് അല്ല വേണ്ടത്. പക്ഷെ പഠിച്ചു വെച്ചോ. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റിനകത്ത്, ഞാനിപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇല്ലേ, ഇൻവെൻട്രിയും ഡെറ്റേഴ്സും, ആ ടോട്ടൽ മാത്രമേ എടുക്കൂ. കറണ്ട് അസറ്റിൻ്റെ പുറത്ത് എന്തുമാത്രം ബ്ലോക്കായി കിടക്കുന്നു, കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ, അറ്റ് പ്രസൻറ്റ് നമ്മുടെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ മാത്രമേ എടുക്കൂ. ഇവിടെ കറണ്ട് ലൈബിലിറ്റി കുറയ്ക്കുന്ന പരിപാടിയില്ല. ദാറ്റ് ഈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ മാത്രം എടുത്താൽ അതിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേറൊരു രീതിയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്താ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. ഇതാണ് ശരിക്കും നമ്മൾ ഈ മൊഡ്യൂളിൽ ഫോളോ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലൈബിലിറ്റി ആണ് ഇക്വേഷൻ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. ഈ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റിക്ക് എയ്തർ പോസിറ്റീവ് നമ്പർ കിട്ടാം അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ കിട്ടാം. അതായത് ഇതൊരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ അല്ലേ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് മാത്തമെറ്റിക്കൽ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസർ പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. കൂടുതൽ പേരും പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്നത് പോസിറ്റീവ് വരുന്നതാണ് നല്ലതെന്നാണ്. നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് എനിക്കറിയില്ല. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി, ഇതാണല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിൽ കൂടുതൽ പണം ബ്ലോക്കായി കിടക്കുവാണ്, കറണ്ട് ലൈബിലിറ്റിയിൽ വളരെ കുറച്ചേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൂടുതലും കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലൈബിലിറ്റി കുറവുമായിരിക്കും. സോ ആൻസർ പോസിറ്റീവ്. എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ കരുതി വെക്കണമെന്നാണ് പിള്ളേരെ. ഇവിടെ കറണ്ട് അസറ്റിനകത്ത് ഒരുപാട് പൈസ ബ്ലോക്കായി കിടക്കുവാണ്. കറണ്ട് ലൈബിലിറ്റി മീൻസ് നമ്മൾ പൈസ കടം കൊടുക്കാനുള്ളവരുടെ എണ്ണം കുറവുമാണ്. വിച്ച് മീൻസ് നമ്മളെ പണം ബ്ലോക്കായി കിടക്കുവാണ്. ഓക്കെ, ലൈബിലിറ്റി ഇല്ല എന്നുള്ളത് ആശ്വാസം തന്നെയാണ്. പക്ഷേ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കരുതി വെക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലൈബിലിറ്റി കുറവും. ആ ഇക്വേഷൻ അനുസരിച്ച് കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലൈബിലിറ്റി കുറവുമായിരിക്കും. ആ ഒരു കേസിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് കരുതി വെക്കേണ്ടി വരും. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് കുറവും കറണ്ട് ലൈബിലിറ്റി കൂടുതലും. വിച്ച് മീൻസ് നമുക്ക് കറണ്ട് അസറ്റിൽ പണം ഒന്നും അധികം ബ്ലോക്കായി കിടപ്പില്ല. വിച്ച് മീൻസ് കറണ്ട് അസറ്റ് ഇല്ല, സ്റ്റോക്ക് ഇൻവെൻട്രി അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നമ്മൾ പണം കടം കൊടുക്കാനുള്ളത് കുറേ ഉണ്ട്. നമ്മൾ പണം കടം കൊടുക്കാനായിട്ട് കുറേ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് അത് 2 സെൻസിലെടുക്കാം. ഇവിടെ നമുക്ക്
ഇതാ നോക്കിക്കോ, എ വീക്ക് ഓർ നെഗറ്റീവ് ലിക്വിഡിറ്റി പൊസിഷൻ ത്രെറ്റ് ടു സോൾവൻസി ഓഫ് ദ കമ്പനി. അതായത് നമ്മളെ സംബന്ധിച്ച് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, കറണ്ട് ലൈബിലിറ്റി ഉണ്ട് എന്നുള്ളത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആസ്പെക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒബ്വിയസ്ലി നമുക്ക് പണം ഒരുപാട് തിരിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ക്യാഷ് അവൈലബിൾ ആക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഇതങ്ങോട്ട് നോക്കിയേ, ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ കറണ്ട് അസറ്റ് കൂടുതലാണ്, വിച്ച് മീൻസ് നമുക്ക് പൈസ പിന്നെ തിരിച്ച് കിട്ടും. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പൈസ തിരിച്ച് കിട്ടും. ആ കിട്ടുന്നിടം വരെ നമ്മൾ കുറച്ച് പൈസ കരുതി വെക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കറണ്ട് അസറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണോ, നമുക്ക് സ്റ്റോക്കായിട്ടും ഡെറ്റേഴ്സായിട്ടും പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കറങ്ങി തിരിഞ്ഞ് നാളെ കാലത്ത് ക്യാഷ് ആയിട്ട് വരും. അത്രയും സമയത്തേക്ക് കുറച്ച് പൈസ കരുതി വെക്കണം. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ കിട്ടാനായിട്ടൊന്നുമില്ല, കറണ്ട് അസറ്റാണ് കുറവ്, ഒന്നും കറങ്ങി തിരിഞ്ഞ് വരാനായിട്ടില്ല, എന്നാൽ കുറച്ച് കൊടുക്കാനുമുണ്ട്. ആ രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ ഉപരിയായിട്ട് ഈ ബാധ്യത കൊടുത്തു തീർക്കുക എന്നതിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, രണ്ട് സെൻസിലും ഇത് എടുക്കാൻ പറ്റും. ഈ ഒരു സെൻസിൽ, അതായത് ഈ ഒരു സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ കറണ്ട് അസറ്റ് ബ്ലോക്കായി കിടക്കുവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കയ്യിൽ കുറേ പൈസ കരുതി വെക്കേണ്ടി വരും. ഇവിടുത്തെ കേസിൽ കറണ്ട് അസറ്റിൽ അങ്ങനെ ഒന്നും ബ്ലോക്കായി കിടക്കില്ല, പക്ഷേ കൊടുത്തു തീർക്കാൻ കുറേ ഉണ്ട്. രണ്ട് രീതിയിലായാലും നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും കയ്യിൽ പണം കരുതി വെക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഈ നെഗറ്റീവ് പോസിറ്റീവ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് ആൻസർ കിട്ടും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ നമുക്ക് രണ്ട് ആൻസർ കിട്ടും. കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലൈബിലിറ്റി കുറവുമാണെങ്കിൽ പോസിറ്റീവ് വരും. കറണ്ട് അസറ്റ് കുറവും കറണ്ട് ലൈബിലിറ്റി കൂടുതലുമാണെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് വേറൊരു കോൺസെപ്റ്റാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും ഈക്വൽ ആക്കി നിർത്താൻ നോക്കും. ഒന്നും കൊടുക്കാനുമില്ല, ഒന്നും കിട്ടാനില്ല എന്നൊരു ആസ്പെക്റ്റ്. ഓക്കെ, സോ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും ഈക്വൽ ആയിരിക്കും. സോ ഇതൊന്ന് ആദ്യം പഠിക്കുക. രണ്ട് കോൺസെപ്റ്റിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് മാത്രമാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ ആ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് ഇതുപോലെ 3 ആൻസർ വരാം. കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലൈബിലിറ്റി കുറവുമാണെങ്കിൽ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് കുറവും കറണ്ട് ലൈബിലിറ്റി കൂടുതലുമാണെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും ഈക്വലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയാണ് നമ്മുടെ കോൺസെപ്റ്റ്. പിന്നെ നിങ്ങൾക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് അങ്ങ് പറഞ്ഞുതരാം. ഇപ്പോൾ മീനിങ് എന്ന് പറയുമ്പോൾ ഇത് ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്, ഇതെന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ്. ഓക്കെ, പോയിൻറ്റ്സ് ഔട്ട്, ഇത് ടോട്ടൽ എമൗണ്ട് അവൈലബിൾ ഫോർ ഫിനാൻസിങ് കറണ്ട് അസറ്റിലെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫിനാൻസിങ് ആണ്. ഇതെന്ന് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് ലൈബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള പൈസ, അതായത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കറണ്ട് ലൈബിലിറ്റി മീറ്റ് ചെയ്യാനായിട്ട് എന്ത് പൈസ ഉണ്ട്, മുന്നോട്ട് പോകാൻ എന്ത് പൈസ ഉണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ല, കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് കേട്ടോണേ, പോപ്പുലാരിറ്റി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സർക്കിളിലാണ് പോപ്പുലർ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുന്നത്. പക്ഷേ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമാണ്. ടു ബി വെരി ഫ്രാങ്ക്, അല്ലെങ്കിൽ ടു ബി വെരി ജെന്യൂൻ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ നമ്മൾ ഈ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാറില്ല. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വലിയ രീതിയിൽ വേണ്ട. ഓക്കെ, അത് ശരിക്കും നമ്മുടെ ഹൈ ലെവൽ മാനേജ്മെൻറ്റ് ടീമുകളൊക്കെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ മാത്രം മതി. നമ്മൾ കൂടുതലും കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ മൊഡ്യൂൾ മുഴുവനും നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെല്ലാം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ്. ഓക്കെ, ദെൻ സ്യൂട്ടബിലിറ്റി. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ സ്യൂട്ടബിൾ ആകുന്നത് കമ്പനീസിൻ്റെ കേസിലാണ്. നെറ്റ് കോൺസെപ്റ്റ് സ്യൂട്ടബിൾ ആകുന്നത് സോൾ ട്രേഡേഴ്സിനും ഫേം പാർട്ട്ണർഷിപ്പ് ഇവർക്കൊക്കെയാണ്. റിവീൽ. ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട് യഥാർത്ഥ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റത്തില്ല. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചാൽ മാത്രമേ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റൂ. നെഗറ്റീവ്നെസ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. എങ്ങനെ ആവാനാണ്? ഒന്നും കുറയ്ക്കുന്നില്ലല്ലോ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് ആവത്തില്ല. പക്ഷേ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണമെങ്കിൽ നെഗറ്റീവ് നമ്പർ വരാം. നെക്സ്റ്റ് ഇൻഡിക്കേഷൻ. ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കേസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റാണ്. എന്തുമാത്രം എമൗണ്ട് കറണ്ട് അസറ്റിലുണ്ട് അവരുടെ ആ ഒരു ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ക്വാളിറ്റി, അതായത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി എടുക്കുമ്പോഴാണ് കറക്റ്റ് എമൗണ്ട് കിട്ടുന്നത്. സോ അതൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റാണ്. അതായത് ഗ്രോസിൻ്റെ കേസിൽ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അതല്ല ശരിക്കും യഥാർത്ഥ വർക്കിംഗ് ക്യാപിറ്റൽ. കറക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ കേട്ടോണേ.
നമുക്ക് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, സീസണൽ അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. വേറെ 2 ടൈപ്പ് വർക്കിംഗ് ക്യാപിറ്റലാണ്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും സീസണൽ അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അവർക്ക് ഫിക്സഡ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും കയ്യിൽ വെക്കണം. കാര്യം ത്രൂ ഔട്ട് അവർക്ക് ഒരേ രീതിയിലായിരിക്കും അവരുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ നീങ്ങുന്നത്. അവരുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഒരു ചലനം, ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ മൂവ്മെൻറ്റ് വർഷങ്ങളായിട്ട് അവർക്ക് മനസ്സിലായി. ഇത് ഒരേപോലെയാണ് പോണത്. 2 മാസം, 2.5 മാസം, 3 മാസം അവിടെ പോയി തിരിച്ചു വരുന്നു, കറങ്ങുന്നു. അവർക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പെർമനൻറ്റ് ബേസിൽ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നാൽ വേരിയബിൾ അല്ലെങ്കിൽ ടെമ്പററി അല്ലെങ്കിൽ സീസണൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില പ്രോഡക്റ്റുകളൊക്കെ സീസണലാണ്. ചില സീസണിലായിരിക്കും കച്ചവടം കൂടുതൽ, ഓഫ് സീസണിൽ കച്ചവടം കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ ശരിക്കും ആ പ്രോഡക്റ്റിൻ്റെ സീസൺ ഏതാണോ ആ സീസണിലായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരുന്നത്. കാര്യം സീസണിലെന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിന് മുകളിൽ, അതായത് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിന് മുകളിൽ ചിലപ്പോൾ ഓഫ് സീസണിൽ ഒന്നും വേണ്ടി വരത്തില്ല. സീസണാണ്, ഇപ്പോൾ കുട, ക്രിസ്മസ് കാർഡ്, ഇതിൻ്റെയൊക്കെ കേസിൽ ആ സീസൺ ആകുമ്പോൾ കുറച്ച് ബിസിനസ് കൂടുതൽ നടക്കും, നമ്മൾ കുറച്ചുകൂടി വർക്കിംഗ് ക്യാപിറ്റൽ കരുതി വെക്കേണ്ടി വരും. പെർമനൻ്റ് കേസിൽ അങ്ങനെ സീസണിലൊന്നും അല്ല, ത്രൂ ഔട്ട് ഒരുപോലെ പോകുന്ന ബിസിനസ് ആണെങ്കിൽ ഒരു പെർമനൻ്റ് എമൗണ്ട് അവർ കീപ്പ് ചെയ്ത് വെക്കും. ഇങ്ങനൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ഇത് ഈസി ആണല്ലോ. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ പെർമനൻ്റ് വെച്ചിരുന്നാൽ മതി. എങ്കിൽ സീസൺ അനുസരിച്ച് മാറി മാറി വരുന്ന ബിസിനസ് ആണെങ്കിൽ ഓഫ് സീസണിലെ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് ആയിരിക്കത്തില്ല ഓൺ സീസണിലെ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട്. ചിലപ്പോൾ എക്സ്ട്രാ എമൗണ്ട് കരുതി വെക്കേണ്ടി വരും. ഓക്കെ, ഇത്രയുമാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു മിനിറ്റിൽ ജസ്റ്റ് പറഞ്ഞാൽ എങ്ങനെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് പൈസ ആവശ്യമായിട്ട് വരും. ആ പണത്തിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ബിസിനസ്സിനെ സംബന്ധിച്ച് പണം എങ്ങനെയാണ് ബ്ലോക്ക് ആവുന്നത്? മെയിനായിട്ട് ഇൻവെൻറ്ററിയിലും ഡെറ്റേഴ്സിലുമാണ് പണം ബ്ലോക്കായി കിടക്കുന്നത്. അപ്പോൾ ഇൻവെൻറ്ററിയിലും ഡെറ്റേഴ്സിലും എത്ര ബ്ലോക്കായി എന്ന് കണ്ടുപിടിച്ചിട്ട് മൈനസ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനായിട്ട് ടൈം ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അത് കുറയ്ക്കണം. അതാണ് ഈ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. നമുക്ക് എത്ര കോൺസെപ്റ്റ് ഉണ്ട്? 2 കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. എന്താ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ? ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്, അത് മാത്രമാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലോ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി, അതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് തന്നെ വീണ്ടും 3 ടൈപ്പ് ആൻസർ വരാം. കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലൈബിലിറ്റി കുറവുമാണെങ്കിൽ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റ് കുറവും കറണ്ട് ലൈബിലിറ്റി കൂടുതലുമാണെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും ഈക്വൽ ആണെങ്കിൽ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നെ നമ്മൾ പഠിക്കുന്ന 2 ടൈപ്പ് എന്ന് പറയുന്നത് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും സീസണൽ അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലോ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പ്രെഡിക്റ്റബിൾ ആയിരിക്കും. ആ ബിസിനസ് സീസൺ ഓഫ് സീസൺ അങ്ങനെയൊന്നും കാണത്തില്ല, എല്ലാം എപ്പോഴും ഒരുപോലെ. ഇപ്പം എന്താ പറയുക, ഇപ്പം ഒരേ കണക്ക് പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ സിമെൻറ്റ് ഇൻഡസ്ട്രി, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, പെട്രോളിയം ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, ഇവർക്കൊന്നും സീസൺ ഒന്നും കാണത്തില്ല, എല്ലാ ദിവസവും ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ അംബ്രല്ല, ക്രിസ്മസ് കാർഡ് ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ സീസണിലാണ്. അപ്പോൾ അവർക്ക് ആ സീസൺ വരുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് വേണ്ടി വരും. അതാണ് ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ അല്ലെങ്കിൽ സീസണൽ വർക്കിംഗ് ക്യാപിറ്റലും. ഓക്കെ, ഇനിയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞതെല്ലാം വെറും വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇനിയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്ഥിരം എഴുത്തങ്ങ് എഴുതിയാൽ മതി. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് മീൻസ് നിങ്ങൾ എന്തെന്നാണ് എഴുതുക സാധാരണ? ഇറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സംഭവം അത് ശരി തന്നെയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഓൾ ദ ആസ്പെക്ട് ഓഫ് മാനേജിങ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. ബിസിനസ്സിൻ്റെ കറണ്ട് ലൈബിലിറ്റിയും കറണ്ട് അസറ്റും മാനേജ് ചെയ്യുന്ന ആസ്പെക്റ്റ്, എല്ലാ ആസ്പെക്റ്റിനെയുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇറ്റ് സ്റ്റഡീസ് ദ പ്രോബ്ലംസ് ദാറ്റ് അറൈസ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ് ആൻഡ് മാനേജിങ് ദ കറണ്ട് ലൈബിലിറ്റീസ്. കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലൈബിലിറ്റിയും പറ്റിയുള്ള ഒരു ഉഗ്രം പഠിത്തം, അതിനെയാണ് ശരിക്കും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 4 ഡയമെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ 4 കാര്യമാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് 4 ഡയമെൻഷൻസ് ഉണ്ട്. 4 ഡയമെൻഷൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഈ 4 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മാനേജിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിലേക്ക് പണം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണോ അത് തീരുമാനിക്കണം, നമ്മുടെ കറണ്ട് അസറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്തത് ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ മാനേജിങ് കറണ്ട് ലൈബിലിറ്റി. നമ്മുടെ ബിസിനസ്സിൻ്റെ കറണ്ട് ലൈബിലിറ്റി എങ്ങനെ മാനേജ് ചെയ്യാം. ഇത് 2 നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കറണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട പഠിത്തം, രണ്ടാമത്തത് കറണ്ട് ലൈബിലിറ്റി,
തേർഡ് വൺ ഈസ് ഇൻ്റർ റിലേഷൻ എമംഗ് വേരിയസ് കമ്പോണൻസ്. ഈ കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും അകത്ത് വരുന്ന കമ്പോണൻസ് ഉണ്ടല്ലോ. കറണ്ട് അസറ്റ് തന്നെ പറയുന്നുണ്ടല്ലോ, ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, റിസീവബിൾസ് ഉണ്ട്. കറണ്ട് ലയബിലിറ്റിയും കുറേ ഉണ്ടല്ലോ, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഉണ്ട്, ട്രേഡ് പേബിൾസ് ഉണ്ട്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കണം. ഡി എന്ന് പറയുന്നത് വോളറ്റാലിറ്റി ആൻഡ് റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പോലെ അത്രയ്ക്ക് അങ്ങ് റിജിഡ് അല്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പൈസ കൊടുത്ത് അല്ലെങ്കിൽ വേണ്ട, കടത്തിന് റോ മെറ്റീരിയൽ മേടിച്ചു. ശ്രദ്ധിച്ച് കേട്ടോ, കടത്തിന് റോ മെറ്റീരിയൽ മേടിച്ചു. ഓക്കെ, 3 മാസമാണ് പീരീഡ്, നമുക്ക് കൊടുക്കാനുള്ള പീരീഡ് 3 മാസമാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് 1 മാസം കഴിഞ്ഞ് കൊണ്ട് കൊടുത്തൂടെ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ഇത്ര നാൾ ഉറപ്പാണെന്ന്. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക, ഞാൻ കടത്തിന് റോ മെറ്റീരിയൽ വാങ്ങി, 3 മാസത്തെ സമയം കിട്ടി, പക്ഷെ ഞാനത് 1 മാസത്തിനകം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ തെറ്റിയില്ലേ? ഇനി ഞാൻ കടത്തിന് വിറ്റു, 2 മാസം സമയം അനുവദിച്ച് കൊടുത്തു, പക്ഷേ അയാൾ 1 മാസത്തിൽ കൊണ്ടു തന്നു. അല്ലെങ്കിൽ തിരിച്ചും പറയാം, അയാൾ 2 മാസത്തിൽ പൈസ കൊണ്ട് തരുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനാണ് ഈ വോളറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇത് ചേഞ്ചാണ്, അതായത് നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ല, ഇത് ഫിക്സ്ഡ് അല്ല. ഓക്കെ, ഇപ്പം നമ്മളെ സംബന്ധിച്ച ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് ക്യാൻ ചേഞ്ച് റാപ്പിഡ്ലി ആൻഡ് സോ ദാറ്റ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഈ കറണ്ട് അസറ്റുകളെല്ലാം ഇത്ര കാലം നിലനിൽക്കുമെന്ന്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ തന്നെയും പെട്ടെന്ന് രൂപം മാറുമെന്നല്ലേ. ചിലപ്പോൾ അറിയാൻ പറ്റും, ഇപ്പോൾ സെയിൽ പ്രതീക്ഷ കണക്ക് നടന്നില്ല, അല്ലെങ്കിൽ സെയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നടന്നു. അങ്ങനെ പല കാരണം കൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട് അസറ്റിനെ പറ്റിയുള്ള പഠിത്തം, കറണ്ട് ലയബിലിറ്റിയെ പറ്റിയുള്ള പഠിത്തം, ഇത് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ്, കൂടാതെ ഈ വോളറ്റാലിറ്റി, അതായത് പെട്ടെന്നുള്ള പെട്ടെന്ന് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന എമൗണ്ട് ചിലപ്പോൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. നമ്മളൊരു എമൗണ്ട് പറയുന്നത് എപ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല. പെട്ടെന്ന് ഈ പറയുന്ന കണക്ക് റിവേഴ്സ് അടിച്ച് വരാനും സാധ്യതയുണ്ട്. അതെല്ലാം മനസ്സിലാക്കി വേണം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ. ലാൻഡ് വാങ്ങിക്കഴിഞ്ഞിട്ട്, ലാൻഡ് വാങ്ങുന്നത് തന്നെ കുറേ സമയം എടുത്താൽ, നമ്മളൊരു 20 സെൻറ്റ് പുരയിടം വാങ്ങുന്നത് തന്നെ കുറേ നാളത്തെ ആലോചനയില്ല. വാങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അത് വിൽക്കാൻ അങ്ങനെയൊക്കെ പുറപ്പെട്ടാൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫിക്സ്ഡ് ആണ്. ഇത്രയും വോളറ്റാലിറ്റി, അതായത് ഫ്ലെക്സിബിലിറ്റി കാണത്തില്ല. നമ്മൾ വൺസ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ അത് വലിയ പാടാണ് തിരിച്ചു വരാനായിട്ട്. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കേസിൽ അങ്ങനൊന്നുമില്ല. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ആവുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും റിവേഴ്സബിൾ നേച്ചറായിട്ട് വരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് ഇർറിവേഴ്സിബിൾ നേച്ചർ എന്നും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇർറിവേഴ്സിബിൾ നേച്ചറാണ്. ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വലിയ പാടാണ്. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കേസിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന എമൗണ്ടൊക്കെ വേണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരാം. അതാണ് ഈ റിവേഴ്സിബിലിറ്റി. ഇത് 4 നമ്മൾ ഡൈമെൻഷൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഏത് പിള്ളേർക്ക് വേണമെങ്കിലും പറയാവുന്നേ ഉള്ളൂ. ഇത്രയും കേട്ടാൽ നിങ്ങൾക്കറിയാം എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഉദ്ദേശം. കയ്യിൽ പൈസ വെച്ചാൽ എന്താണ് ഗുണം. വല്ല 4 മാർക്കിനും കിട്ടിക്കഴിഞ്ഞാൽ തകർത്തങ്ങ് എഴുതിയേക്കണം. നമ്മുടെ ബിസിനസ്സിന് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിക്കുന്നത്. ഇറ്റ് എനേബിൾസ് എ ഫേം ടു പേ ഇറ്റ്സ് കറണ്ട് ഓബ്ലിഗേഷൻ പ്രോംലി. കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പൈസ അടച്ചടച്ച് തീർക്കാം. ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ സമയത്ത് തന്നെ കൊടുത്തു തീർക്കാം. ഇറ്റ് പ്രൊട്ടക്ട്സ് എ ഫേം ഫ്രം ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഷ്രിങ്കേജ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൻ്റെ വാല്യൂവിൽ അഥവാ എന്തെങ്കിലും കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ പൈസ വെച്ചത് അഡ്ജസ്റ്റ് ചെയ്യാം. കമ്പനിയുടെ ക്രെഡിറ്റ് സ്റ്റാൻഡിങ്, അതായത് കടം വാങ്ങിയാൽ പെട്ടെന്ന് തിരിച്ചു കൊടുക്കുന്ന കമ്പനിയാണെന്ന് നല്ല രീതിയിൽ നല്ല പേര് കിട്ടും. കടം വാങ്ങിയാൽ ഉടനെ തിരിച്ചു കൊടുക്കുന്നതാണെന്ന് മനസ്സിലാവും. പിന്നെ ഇറ്റ് എനേബിൾസ് മെയിൻറ്റെയിനിങ് ഇൻവെൻറ്ററി അറ്റ് ദ ഒപ്റ്റിമം ലെവൽ ടു സെർവ് ദ നീഡ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മൾ ഈ പറയുന്ന ഇൻവെൻറ്ററിയിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഇൻവെൻറ്ററി ഉണ്ടാവും. അപ്പോൾ കസ്റ്റമേഴ്സ് ഒന്ന് ചോദിക്കുന്ന സമയത്ത് ഇൻവെൻറ്ററി ഇല്ലാതിരിക്കത്തില്ല. അതായത് നമ്മുടെ കയ്യിൽ കറക്റ്റ് സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതിരുന്നാൽ പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വരും. പ്രൊഡക്ഷൻ നിർത്തി വെച്ചാൽ ഇൻവെൻറ്ററി കൈ കാണത്തില്ല, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കൈ കാണത്തില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് ഒന്ന് സാധനം ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇൻവെൻറ്ററി ലെവൽ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ പോയിന്റുകളാണ്. ജസ്റ്റ് ഇത് വായിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ കാര്യമുള്ളൂ. നമ്മുടെ പേയ്മെൻറ്റ് ഓഫ് വേജസും ഇതെല്ലാം കൃത്യമായിട്ട് നടക്കും. പിന്നെ സപ്പോസ് ഡിപ്രഷൻ പീരീഡ് വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റും. ദെൻ അൺഫോർസീൻ കണ്ടിജൻസീസ്, എന്തെങ്കിലും പെട്ടെന്ന് വിചാരിക്കാത്ത കാര്യം നടന്നു കഴിഞ്ഞാൽ കൈ പൈസ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നടക്കും. മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്, ബിസിനസ്സിൻ്റെ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് നടക്കും. പിന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഡിവിഡൻഡ് വല്ലതും കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഡിവിഡൻഡ് വല്ലതും കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല ആവശ്യങ്ങളാണ് വർക്കിംഗ് ക്യാപിറ്റലിലൂടെ ഉണ്ടാകുന്നത്. പക്ഷേ
ആവശ്യത്തിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റലും ദോഷം ചെയ്യും. കാര്യം ആവശ്യത്തിൽ കൂടുതൽ പൈസ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകും. 1000 രൂപ ആവശ്യമുള്ളപ്പോൾ 2000 രൂപ എടുത്ത് വെക്കേണ്ട. വർക്കിംഗ് ക്യാപിറ്റൽ കറക്റ്റ് എന്താ പറയുക, ഏറ്റവും ഈക്വലായിട്ട് വെക്കണം. ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എസ് എ, ഈ മൊഡ്യൂളിലെ ആദ്യത്തെ എസ് എ, ഇത് എസ് എ ചോദിച്ച എസ് എ ആയിട്ട് തന്നെ ചോദിക്കും. ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഒരു ബിസിനസ്സിന് എത്ര രൂപ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്ന് തീരുമാനിക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ്. ഒരു ബിസിനസ്സിന് എത്ര രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്ന് തീരുമാനിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ്. ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ എസ് എ പ്രതീക്ഷിക്കാം. ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 15 മാർക്കിൻ്റെ ചോദ്യമാണ്. 15 പോയിൻ്റ് ഉണ്ട്. ഇത് 15 പോയിൻ്റ് ഉണ്ട്. ഒന്നുമില്ല, നിസ്സാരമായ കാര്യങ്ങളാണ്. ഒരു ബിസിനസ്സിന് എത്ര രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്ന് തീരുമാനിക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ബിസിനസ്. സ്മോൾ ബിസിനസ് ആണെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. ലാർജ് ബിസിനസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരുമെന്നേ പറയുന്നുള്ളൂ. വേറൊന്നും പറയുന്നില്ലടോ. ബിസിനസ് സ്മോൾ ആണെങ്കിൽ, ചെറിയ ബിസിനസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും കുറച്ച് തന്നെ മതി. ലാർജ് ബിസിനസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വളരെ കൂടുതൽ വേണ്ടി വരും. അടുത്തത് ടൈം. ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്ന സമയം കൂടുതൽ വേണ്ടി വരുമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് ഒരുപാട് സമയം എടുക്കുമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ കരുതി വെക്കേണ്ടി വരും. അതാണ് ഈ ടൈം. നെക്സ്റ്റ് വോളിയം ഓഫ് സെയിൽ. ബിസിനസ്സിന് ഒരുപാട് സെയിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ കരുതേണ്ടി വരും. ബിസിനസ്സിന് സെയിലേ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പൂട്ടിപ്പോകുന്നത് നല്ലത്. വർക്കിംഗ് ക്യാപിറ്റലും കരുതി വെക്കേണ്ട. സോ ദ വോളിയം ഓഫ് സെയിൽ ആൻഡ് സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് മെയിൻറ്റെയിൻഡ് ടു സപ്പോർട്ട് ഓപ്പറേഷണൽ ആക്ടിവിറ്റി വിച്ച് റിസൾട്ട്സ് ഇൻ സെയിൽ. ദസ് ഹയർ ദ വോളിയം ഓഫ് സെയിൽ ലാർജർ വിൽ ബി ദ സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ബിസിനസ് ചടപടാ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അതനുസരിച്ച് കീപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. കാര്യം പെട്ടെന്ന് റോ മെറ്റീരിയൽ വാങ്ങിക്കേണ്ടി വരും. സെയിലല്ലേ നടക്കുന്നുള്ളൂ, ക്യാഷ് കിട്ടിയെന്ന് പറയുന്നില്ലല്ലോ. കൂടുതൽ ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് സെയിലാണോ. ബിസിനസ്സിന് സെയിൽ പടപടപടാ നടക്കുന്നുണ്ട്, പക്ഷേ ആ ക്യാഷ് കിട്ടാനുള്ള സമയം ചിലപ്പോൾ താമസിക്കും. അപ്പോൾ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ മുടക്കം വരുത്താൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ കയ്യിരിക്കുന്ന അഡീഷണൽ പൈസ കൊടുത്ത് റോ മെറ്റീരിയൽ മേടിച്ച് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. നെക്സ്റ്റ് ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ. ശ്രദ്ധിച്ച് കേൾക്കണം. ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ശ്രദ്ധിച്ച് കേൾക്കണം. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കടത്തിനാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ റോ മെറ്റീരിയൽ കടത്തിന് വാങ്ങി, കുറേ സമയം കഴിഞ്ഞ് പൈസ കൊടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. ഒന്നും കൂടെ, നമ്മൾ റോ മെറ്റീരിയൽ കടത്തിനാണ് വാങ്ങിയത്. ആ ആൾ പറയുവാണ് പൈസ പതുക്കെ തന്നാൽ മതി. അപ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് കരുതി വെച്ചാൽ മതി. ഇനി സെയിലിൻ്റെ കേസ് ഇത് കണക്ക് തന്നെ. കടത്തിനാണ് വിറ്റത്. അപ്പോൾ നമ്മൾ അയാളോട് പറയുവാണ് പൈസ പതുക്കെ തന്നാൽ മതി. നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ കടത്തിൻ്റെ പീരീഡ് കൂടുതൽ കൊടുത്താലും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഒരുപാട് കരുതി വെക്കേണ്ടി വരും. രണ്ട് കേസിലും, അതായത് ടേംസ് ഓഫ് പർച്ചേസ് ആയാലും ടേംസ് ഓഫ് സെയിൽ ആയാലും ഹൈ ആയിട്ട് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചും മറിച്ചും വരും. പർച്ചേസിൻ്റെ ടേംസ് ഒരുപാട് കാലം നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. സെയിലിൻ്റെ പീരീഡ് നമ്മൾ ഒരുപാട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കടത്തിന് വാങ്ങുന്നു, വളരെ പതുക്കെ കൊടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് പൈസ കരുതി വെച്ചാൽ മതി. പക്ഷേ കടത്തിന് വിൽക്കുമ്പോഴും നമ്മൾ പറയുവാണ് ഒരുപാട് കാലം കഴിഞ്ഞ് പൈസ തിരിച്ചു തന്നാൽ മതി നമ്മൾ പറയുവാണ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ കരുതി വെക്കേണ്ടി വരും. അതാണ് എൻ്റെ ആൻസർ. ഇൻവെൻ്ററി ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എത്ര പെട്ടെന്ന് സെയിലാവുന്നതാണ്. പെട്ടെന്ന് സെയിലായി മാറുമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും കുറച്ച് മതി. ബിസിനസ്സിലിരിക്കുന്ന ഇൻവെൻ്ററി എത്ര പെട്ടെന്ന് സെയിലായി മാറുമെന്നാണ്. വളരെ പെട്ടെന്ന് സെയിലായി മാറുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്രയും സ്പീഡിൽ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് റിസീവബിൾസ് ടേൺ ഓവർ. ഇത് രണ്ടും ഒരേ സമയം നടക്കണം. ഇൻവെൻ്ററി സെയിലായി മാറണം, അപ്പോൾ ആ സെയിൽ, അതായത് ആ റിസീവബിൾസ് പെട്ടെന്ന് ക്യാഷായി മാറണം. ഇത് രണ്ടും സ്പീഡിൽ നടക്കുമെങ്കിൽ, ഇൻവെൻ്ററി ടേൺ ഓവറും റിസീവബിൾസ് ടേൺ ഓവറും പെട്ടെന്ന് നടക്കുമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. നെക്സ്റ്റ് ബിസിനസ് സൈക്കിൾ. ഒരു മിനിറ്റ്, ഓപ്പറേറ്റിംഗ് സൈക്കിളല്ല, തെറ്റിദ്ധരിക്കല്ലേ, ഇത് ബിസിനസ് സൈക്കിളാണ്. എന്താ സാധനം? ഫസ്റ്റ് സെമ്മിൽ മാനേജറിയൽ എക്കണോമിക്സിൽ അവസാനത്തെ മൊഡ്യൂൾ ബിസിനസ് സൈക്കിൾ. അതാണിത്. ഓർക്കുന്നുണ്ടോ? ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി. അതിലേതിലാണെന്ന്, ഇപ്പോൾ പ്രോസ്പെരിറ്റി പീരീഡിലാണോ ഡിപ്രഷനിലാണോ അതാണ് നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രോസ്പെരിറ്റി പീരീഡിലാണെങ്കിൽ ഭയങ്കരമായിട്ട് കച്ചവടം നടക്കും. ബൂം പീരീഡിലാണെങ്കിൽ കച്ചവടം പടപടാ നടന്നുകൊണ്ടിരിക്കും. അങ്ങനാണെങ്കിൽ
കുറേ വർക്കിംഗ് ക്യാപിറ്റൽ കരുതി വെക്കുന്നത് നല്ലതാണ്. നല്ല സ്പീഡിൽ സെയിലും നല്ല സ്പീഡിൽ കച്ചവടം നടക്കും. പക്ഷേ ഡിപ്രഷൻ പീരീഡിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് കച്ചവടം വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പൈസ വെറുതെ കൈ കരുതി വെക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബൂം പീരീഡ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വളരെ കൂടുതൽ കരുതി വെച്ചേക്ക്. ഈ ഡിപ്രഷൻ പീരീഡിലാണെങ്കിൽ കച്ചവടമൊക്കെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. നെക്സ്റ്റ് വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറണ്ട് അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ കുറഞ്ഞു കളയും. നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന കണക്ക് ഈ പറയുന്ന റോ മെറ്റീരിയലിനും സെമി ഫിനിഷ്ഡ് ഗുഡ്സിനും ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ ഈ പറയുന്ന പോലെ ടൈം ഗ്യാപ്പ് വരുമ്പോൾ വിചാരിക്കുന്ന വിലയ്ക്ക് വിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൂടാതെ ഡെറ്റേഴ്സൊക്കെ ചിലപ്പോൾ കുറേ ബാഡ് ഡെറ്റായി പോവും. അപ്പോൾ ഈ പറയുന്ന കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ചിലപ്പോൾ കുറയും. എ ഡിക്രീസ് ഇൻ റിയൽ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് ആസ് കമ്പയർഡ് ടു ബുക്ക് വാല്യൂ റെഡ്യൂസസ് ദ സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ ഒരുപാട് വാല്യൂ കുറയുക മീൻസ് നമ്മൾ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കരുതേണ്ട കാര്യമുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ റോ മെറ്റീരിയൽ മേടിച്ചു, ശ്രദ്ധിക്കുക, റോ മെറ്റീരിയൽ മേടിച്ചു, സെമി ഫിനിഷ്ഡ് ആക്കി. ഓക്കെ, ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വില വല്ലാതെ കുറഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന വില കിട്ടത്തില്ല. ഓട്ടോമാറ്റിക്കലി ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ വില കുറഞ്ഞു എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയലിൻ്റെ വിലയും അതുപോലെ കുറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ വില കുറച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചത് റോ മെറ്റീരിയലിൻ്റെ വിലയെ അഫക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. കാര്യം നാളെ കാലത്ത് റോ മെറ്റീരിയൽ വാങ്ങാൻ ചെല്ലുമ്പോഴും ഈ വില കുറച്ച് തന്നെ കിട്ടും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് നമ്മുടെ സൈക്കിൾ, പ്രൊഡക്ഷൻ സൈക്കിൾ. ഒബ്വിയസ്ലി പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ഗ്യാപ്പ് കുറവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതിയായിരിക്കും. ക്രെഡിറ്റ് കൺട്രോൾ. ഈ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസിൻ്റെ കേസാണ്. ക്രെഡിറ്റ് സെയിൽ നടക്കുന്നില്ലെങ്കിലോ വർക്കിംഗ് ക്യാപിറ്റൽ അത്രയും കുറച്ച് മതി. കാര്യം എന്താ? ക്യാഷ് സെയിൽ നടന്നാൽ ഈ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ സ്പീഡ് കൂടുകയുള്ളൂ. ക്രെഡിറ്റ് സെയിൽ നടക്കുന്നതുകൊണ്ടാണ് വീണ്ടും വൈകുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് സെയിൽ നടത്താതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നല്ല കളക്ഷൻ പോളിസി വേണം. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അവരെ കൊണ്ട് പൈസ തിരിച്ച് മേടിപ്പിക്കണം. അതാണ് ഈ ക്രെഡിറ്റ് കൺട്രോൾ. നെക്സ്റ്റ് ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. കയ്യിൽ പൈസ കരുതി വെച്ചിരിക്കണം എന്ന ആറ്റിറ്റ്യൂഡാണ് ലിക്വിഡിറ്റി. കയ്യിൽ പൈസ കരുതി വെക്കേണ്ട, എല്ലാം കൂടെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാം, അതാണ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ കയ്യിൽ പൈസ കരുതി വെക്കണം എന്ന ആറ്റിറ്റ്യൂഡാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറേ കരുതി വെക്കും. എന്നാൽ കയ്യിൽ പൈസ കരുതി വെക്കേണ്ട, അതായത് ഒരുപാട് പൈസ കയ്യിലായിപ്പോയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുടങ്ങും, അതുവഴി പ്രോഫിറ്റബിലിറ്റി കുറയുമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് വെച്ചാൽ മതി. അടുത്തത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഈ പണപ്പെരുപ്പമുള്ള സമയത്തും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ കരുതേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പണപ്പെരുപ്പമുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിലേക്ക് പണത്തിൻ്റെ ഒരു ഒഴുക്ക് കൂടുതലായിരിക്കും. നമ്മുടെ എക്കോണമി മുഴുവനും പണത്തിൻ്റെ ഒഴുക്ക് കൂടുതലായിരിക്കും. ആ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ കരുതി വെക്കേണ്ടി വരും. നെക്സ്റ്റ് സീസണൽ ഫ്ലക്ച്വേഷൻ ഞാൻ പറഞ്ഞതാണ്. ഓൺ സീസണിലും ഓഫ് സീസണിലും രണ്ട് രീതിയിലായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ. ബിസി സീസണിലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ കരുതി വെക്കേണ്ടി വരും. ചേഞ്ചസ് ഇൻ ടെക്നോളജി. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ ടെക്നോളജി. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് വിച്ച് റെഡ്യൂസസ് മാനുവൽ ലേബർ മേ റെഡ്യൂസ് ദ വോളിയം ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ടെക്നോളജി വന്നു, മാനുവൽ ലേബർ കുറഞ്ഞെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാലറിയും വേജസും ഒക്കെ കുറച്ച് കൊടുത്താൽ പോരെ. ആ ഒരു സിറ്റുവേഷനിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. കാര്യം ടെക്നോളജി എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഭാഗമാണ്. മെഷീനറീസ് വാങ്ങി വെക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമല്ല, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ ആ മെഷീനറി വാങ്ങി വെക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ട? മാസാമാസം എംപ്ലോയീസിന് വേജസ് കൊടുക്കണ്ട, അവരെ പിരിച്ചുവിടാം. അങ്ങനെ വന്നാലും വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. പിന്നെ അതർ ഫാക്ടേഴ്സ്, ക്രെഡിറ്റ് പോളിസി, പ്രൊഡക്ഷൻ പോളിസി, റിസ്ക്, ആറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. ഇങ്ങനെ 15 കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. വേണമെങ്കിൽ എസ്സേ ചോദിക്കാം. ടോപ്പിക് ഇതായിരുന്നു, ഒരു ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഇങ്ങനെ 15 പോയിൻറ്റ്സ് ഉണ്ട്. ഇതാണ് ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ടോപ്പിക്ക് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ വേണം. കുറേ നേരം കൊണ്ട് ഞങ്ങൾ ചിലയ്ക്കുന്നു, കയ്യിൽ പൈസ വെക്കണം, കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ വെക്കണം. അതെവിടെ നിന്ന് കിട്ടും? കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ പൈസ ഇല്ല എന്ന് പറയുന്നത്. അതെവിടെ നിന്ന് കിട്ടും? അതാണ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പൈസ നമുക്ക് എവിടെ നിന്ന് ഒപ്പിക്കാം? ഈ ലോങ് ടേം സോഴ്സസ് നിങ്ങളിപ്പോൾ നോക്കേണ്ട കാര്യം, ലോങ് ടേം സോഴ്സസിലൂടെ സാധാരണഗതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ അല്ല ഫിനാൻസ് ചെയ്യുന്നത്. ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ്.
ലോങ് ടേം സോഴ്സസ്, ഷോർട്ട് ടേം സോഴ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് സോഴ്സ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഈ ലോങ് ടേം സോഴ്സസ് വഴി, ലോങ് ടേം സോഴ്സസിലൂടെ നമ്മൾ സാധാരണ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് എടുക്കാറുള്ളത്. നമ്മളിവിടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് ഈ ഷോർട്ട് ടേം സോഴ്സസിനാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സോഴ്സ് ചോദിച്ചാൽ നിങ്ങൾ കൂടുതലും ഈ ഷോർട്ട് ടേം സോഴ്സിലേക്ക് ശ്രദ്ധ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഒപ്പിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യത്തത് ട്രേഡ് ക്രെഡിറ്റ്. പഠിച്ചോണേ, വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയൊക്കെ ഒപ്പിക്കാമെന്ന്. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടത്തിന് സാധനം വാങ്ങാൻ ചെല്ലുക. റോ മെറ്റീരിയൽ കടത്തിന് ഒപ്പിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഒപ്പിക്കുന്ന പോലെയാണ്. കാര്യം അത്രയും നാളത്തേക്ക് പൈസ ഒപ്പിച്ച് വെക്കേണ്ട. ട്രേഡ് ക്രെഡിറ്റഡോ, കടത്തിന് സാധനം വാങ്ങാൻ നോക്കണം. നമ്മൾ സപ്ലയറോട് കടം പറയണം. അപ്പോൾ അത്രയും കുറച്ച് നാളത്തേക്കെങ്കിലും പൈസ നമുക്ക് ബ്ലോക്കാക്കി തന്നെ വെച്ചൂടെ? നമ്മളൊരു കടയിൽ ചെന്ന് കടത്തിന് സാധനം മേടിക്കുമ്പോൾ സ്പോട്ട് പേയ്മെൻറ്റ് നടക്കുന്നില്ലല്ലോ. അപ്പോൾ എന്നാണോ പൈസ കൊടുക്കേണ്ടത് അത്രയും നാൾ ഒന്നുകിൽ നമുക്ക് റിലാക്സ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതെടുത്ത് മറ്റു വല്ലതിനും ഉപയോഗിക്കാം. അത് നമുക്കൊരു ഷോർട്ട് ടൈം ഫിനാൻസ് സോഴ്സാണ്. കടത്തിന് സാധനം കിട്ടുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു സോഴ്സാണ്. നെക്സ്റ്റ് ബാങ്ക് ക്രെഡിറ്റ്. ബാങ്കിൽ പോയി കടം വാങ്ങുക. ഇത് നിങ്ങൾക്കറിയാം. ബാങ്കിൽ ചെന്നിട്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുകയോ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എടുക്കുക. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് കുറച്ച് കടം വാങ്ങാം. ലോങ് ടേം ലോണൊന്നുമല്ല, ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ബാങ്കിൽ നിന്ന് കടം മേടിക്കാം. അപ്പോൾ കടത്തിന് സാധനം വാങ്ങാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കടം വാങ്ങാം. ഇതെല്ലാം നമ്മുടെ സോഴ്സാണ്. പബ്ലിക് ഡെപ്പോസിറ്റ്. ഇവിടെ തന്നെ പറയുന്നുണ്ട് ഈ പബ്ലിക് ഡെപ്പോസിറ്റ് ഒന്നും ഇപ്പോൾ അങ്ങനെ ഇല്ലെന്ന്. പബ്ലിക് ഡെപ്പോസിറ്റ് ഉദ്ദേശിക്കുന്നത് ജനറൽ പബ്ലിക്കിൻ്റെ നിന്ന് നമ്മൾ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് പോലെ എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ട് അവരെ നിന്ന് പൈസ വാങ്ങുന്ന പോലെ, കടം വാങ്ങുന്ന പോലെ തന്നെ. നെക്സ്റ്റ് ഇൻ്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ നിന്ന് കടം മേടിക്കുന്ന കണക്കാം. ബൈ വൺ കമ്പനി ഇൻ അനദർ കമ്പനി. ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പൈസ കിട്ടുന്ന പോലെയാണ് കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ്. വിൽക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പൈസ കടമായിട്ട് ഇനി വാങ്ങും. അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ്. സാധനം കൊടുക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് പൈസ അവരുടെ നിന്ന് ഇനി വാങ്ങി വെക്കും. അങ്ങനെ വാങ്ങി വെക്കുമ്പോൾ അതിന് പലിശയൊന്നും കൊടുക്കണ്ടല്ലോ, പിന്നെ സാധനം കൊടുത്താൽ പോരെ. അപ്പോൾ അത്രയും നാളത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ സാധനം കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് അഡ്വാൻസ് പൈസ വാങ്ങുന്ന. ഇപ്പോൾ ചിലർ അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് പോകും. ഈ അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അത്രയും നാൾ അയാൾക്ക് ആ പൈസ എടുത്ത് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. അതാണ് അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ. അതായത് കേട്ടിട്ടുണ്ടോ പ്രോമിസറി നോട്ടൊന്നും ബിൽ ഓഫ് എക്സ്ചേഞ്ച് നോക്കാം. ഈ പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഒക്കെ നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് തന്നെ. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടുമൊക്കെ മെച്യൂരിറ്റി പീരീഡിന് മുൻപ് തന്നെ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് വേണമെങ്കിൽ പൈസ വാങ്ങാം. അതും വർക്കിംഗ് ക്യാപിറ്റലിൽ ഉപയോഗിക്കാം. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. കൺവേർട്ടബിൾ ഡിബഞ്ചർ സാധാരണഗതിയിൽ ലോങ് ടേം പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. നോർമലി ഇതങ്ങനെ വർക്കിംഗ് ക്യാപിറ്റലിന് ഉപയോഗിക്കാറില്ല. എങ്കിലും കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിതിനെ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന ഓഫർ ചെയ്തുകൊണ്ട് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഡിമാൻഡ് കിട്ടും. ആൾക്കാർക്ക് അത് വാങ്ങാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. അങ്ങനെ അവർ പെട്ടെന്ന് വാങ്ങുന്ന പൈസ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് കേട്ടിട്ടുണ്ടോ ഫാക്ടറിങ് എന്ന്. ഫാക്ടറി അല്ല ഫാക്ടറിങ്. ഫാക്ടറിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിന് നമ്മുടെ പാവപ്പെട്ട ഫാക്ടറിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഫാക്ടറിങ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഒരു മാർക്കിനൊക്കെ ചോദിക്കും. ഫാക്ടറിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥ കേട്ടോണേ. എനിക്ക്, അതായത് എൻ്റെ ബിസിനസ്സിന് ഒരു 50,000 രൂപ കുറച്ച് ആൾക്കാർ തരാനുണ്ട്, ഡെറ്റേഴ്സ്. അപ്പോൾ എനിക്ക് 50,000 രൂപയുടെ ഡെറ്റേഴ്സ് ഉണ്ട്. അവരത് 3 മാസം കഴിഞ്ഞേ തരത്തോളൂ. എനിക്ക് കുറേ ആൾക്കാർ 50,000 രൂപ തരാനുണ്ട്. അവരത് 3 മാസം കഴിഞ്ഞേ തരത്തോളൂ. എനിക്കാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം. അവർ 3 മാസം കഴിഞ്ഞല്ലേ തരൂ. ഞാൻ ഈ ഡെറ്റേഴ്സിനെ മുഴുവനും ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഏജൻറ്റിനെ അങ്ങ് വിൽക്കും. അതായത് ഫാക്ടർ എന്ന് പറയുന്ന ഏജൻറ്റിനോട് ചെന്ന് പറയും, എനിക്ക് കുറേ ആൾക്കാർ 50,000 രൂപ തരാനുണ്ട്, അവരത് 3 മാസം കഴിഞ്ഞേ തരത്തോളൂ. ആ പൈസ മുഴുവനും നിങ്ങൾ പിരിച്ചെടുക്കുക. എനിക്കിപ്പോൾ തൽക്കാലം ഒരു 45,000 രൂപ തന്നാൽ മതി. ഈ ഡിഫറൻസ് 5,000 രൂപയാണ് ഈ ഫാക്ടറിങ്ങിൻ്റെ അവരുടെ കമ്മീഷൻ. മനസ്സിലായോടോ? ഞാൻ എൻ്റെ അക്കൗണ്ട് റിസീവബിൾസിനെ അവർക്കങ്ങ് മറിച്ച് വയ്ക്കും. അപ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടും. ബാക്കി 3 മാസം കഴിയുമ്പോൾ ഫാക്ടർ ഏജൻറ്റും ഡെറ്റേഴ്സും തമ്മിലാണ് പിന്നെ ഡീലിങ്. അത് അവർ വാങ്ങിയെടുത്തോളും. ഈ പ്രോസസ്സിനെയാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
ഫാക്ടറിങ് ഈസ് എ ബിസിനസ് ആക്ടിവിറ്റി ഇൻ വിച്ച് എ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ് കാൾഡ് ഫാക്ടർ, അവരെ വിളിക്കുന്ന ഫാക്ടേഴ്സ് എന്നാ, ടേക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കളക്ടിങ് ദ ഡെറ്റേഴ്സ് ഓർ റിസീവബിൾ. കണ്ടോ, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തുകൊണ്ട് അവർ നമുക്ക് പൈസ തരും. എന്നിട്ട് ഈ ഫാക്ടർ എന്ന് പറയുന്ന ആൾ ഡെറ്റേഴ്സിൻ്റെ അടുത്ത് പോയി പൈസ വാങ്ങിച്ചോളും. അതിനവർക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ, അതിനവർക്ക് കമ്മീഷൻ എന്താ കിട്ടുന്നത്? ഈ ഡിഫറൻസ് ആണ് അവരുടെ കമ്മീഷൻ. ഞാൻ 3 മാസം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് 50,000 രൂപ കിട്ടിയേനെ. പക്ഷേ എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ 50,000 രൂപയുടെ ഡെറ്റേഴ്സിന് ഫാക്ടർക്ക് കൊടുത്തിട്ട് 45,000 വാങ്ങത്തുള്ളൂ. ഈ ഡിഫറൻസ് ആണ് ഫാക്ടറുടെ വരുമാനം. എനിക്ക് പക്ഷേ റെഡി ക്യാഷ് പെട്ടെന്ന് കിട്ടും, എൻ്റെ ആവശ്യം നടക്കും, എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം നടക്കും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ വർക്കിംഗ് ക്യാപിറ്റലിന് സോഴ്സ് കണ്ടെത്തുന്നത്. എങ്ങനെയൊക്കെ? കടത്തിന് സാധനം കിട്ടുമെന്ന് നോക്കും, ബാങ്കിൽ നിന്ന് കടം വാങ്ങും, പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കും, മറ്റ് കമ്പനികളുടെ നിന്ന് കടം വാങ്ങും, കസ്റ്റമേഴ്സിൻ്റെ നിന്ന് നേരത്തെ പൈസ വാങ്ങി വയ്ക്കും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യും, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് ജനങ്ങളെ ആകർഷിച്ച് പെട്ടെന്ന് പൈസ റൈസ് ചെയ്യാൻ നോക്കും. ഫാക്ടറിങ് വഴി നമ്മുടെ കയ്യിലുള്ള ഡെറ്റേഴ്സിന് മറ്റൊരു ഏജൻസിക്ക് വിറ്റ് കുറച്ച് പൈസ ഒപ്പിക്കും. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന് സോഴ്സ് കണ്ടെത്തുന്നത്. ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ തുടക്കത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ, നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ, സീറോ വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, അത് രണ്ടും പഠിച്ചോണം. പിന്നീട് ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ചുമ്മാ ചോദിക്കാം ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, വെച്ച് കത്തിച്ചോണം എന്തെങ്കിലുമൊക്കെ. ഓക്കെ, പിന്നീട് നമുക്ക് ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലുണ്ട്, സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയൊക്കെയാണ് ആദ്യത്തെ ഒരു ഏരിയയിൽ വരുന്നത്. എല്ലാം തിയറിയാണ്. നിങ്ങൾ ജസ്റ്റ് ബുക്ക് എടുത്ത് വായിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് ഈ ഒരു ക്ലാസ്സിൽ നിൽക്കട്ടെ. ഓക്കെ.